ദൈവനാമത്തിന് മഹത്വം. വീണ്ടും ചില ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം 19-20 ദിവസം ആകുന്നില്ലേ ഉപവാസ പ്രാർത്ഥന നിങ്ങളെ തുടങ്ങിയിട്ട്. ഇത്രയും ദിവസം വിശ്വസ്തയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം സഭയായി നിങ്ങളെ സഹായിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. അധികം മുഖവര കൂടാതെ ഇന്നത്തെ വചനഭാഗത്തേക്ക് നമുക്ക് തിരിക്കാം, നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 1 തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം, അതിൻ്റെ 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. 1 തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം, അതിൻ്റെ 2-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധ ഇന്ന് തിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വാക്യങ്ങൾ ഞാൻ ഓരോന്നോരോന്നായി പറഞ്ഞുകൊള്ളാം, വായിച്ചുകൊള്ളാം. നമുക്കറിയാം 1 തെസ്സലോനിക്ക ലേഖനം അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. പശ്ചാത്തലമൊക്കെ നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ അധികം പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല. ഏകദേശം AD 50-51 എഴുതിയ ഒരു ലേഖനമാണ്. പലരും പുതിയ നിയമത്തിൽ ആദ്യമായി എഴുതിയ ലേഖനം ആദ്യമായി എഴുതിയ പുസ്തകം ഇതാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ചിലർ പറയുന്നത് ഗലാത്യരാണെന്ന്. എന്തായാലും ആ ഒരു കാലഘട്ടത്തിൽ, പുതിയ നിയമത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ എഴുതിയ ഒരു പുസ്തകമാണ് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. ഇതിന്റെ പശ്ചാത്തലം നോക്കുവാണെങ്കിൽ ഇത് മക്കതോന്യയുടെ തലസ്ഥാനം ആയിട്ടുള്ളൊരു പട്ടണമാണ് ഈ തെസ്സലോനിക്ക പട്ടണം എന്ന് പറയുന്നത്. അത് ഒരു BC 168 അതിന്റെ തലസ്ഥാനമായിരുന്നു. പിന്നീട് അതൊരു സ്വതന്ത്ര നഗരമായി തീർന്നു എന്ന് നമ്മൾ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഇതൊരു ഈ തെസ്സലോനിക്ക പട്ടണം എന്ന് പറയുന്നത് വലിയൊരു വാണിജ്യ സാംസ്കാരിക പട്ടണമായിരുന്നു. അനേക ജാതികളൊക്കെയും ഉള്ള ഒരു സ്ഥലമായിരുന്നു ഈ തെസ്സലോനിക്ക പട്ടണം എന്ന് പറയുന്നത്. അതുപോലെ പൗലോസ് ഇത് എഴുതുമ്പോൾ ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ, 2 ലക്ഷത്തോളം ജനങ്ങൾ ജീവിച്ചിരുന്ന ഒരു പട്ടണമായിരുന്നു ഈ തെസ്സലോനിക്ക പട്ടണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ചരിത്രം ഇതൊക്കെ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു മുഖവര അല്ലെങ്കിൽ ഒരു ആമുഖം കിട്ടുന്നത് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തികൾ ഒരു 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ തെസ്സലോനിക്ക പട്ടണത്തെ പറ്റിയും തെസ്സലോനിക്ക സഭയെ പറ്റിയും ഒക്കെ ഒരു ചെറിയ മുഖവര നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ 16, 17, 18 വായിച്ചാൽ. അപ്പൊ നമുക്കറിയാം 17-ാം അധ്യായം, പ്രത്യേകിച്ച് 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പം പൗലോസ് അവിടെ പോയി സുവിശേഷം അറിയിച്ചതും അവരോട് പഴയ നിയമത്തിൽ നിന്ന് കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചതും പറഞ്ഞതും ആർഗ്യൂ ചെയ്തതും ഒക്കെ, ഡിബേറ്റ് ഒക്കെ നടത്തിയത് നമുക്ക് 17-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 17 നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ലേഖനം എഴുതാനുള്ള സാഹചര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, തീമോത്തിയോസ് കൊരിന്തിൽ മടങ്ങിയെത്തി ഈ തെസ്സലോനിക്ക സഭയെപ്പറ്റി ഒരു സന്തോഷ വാർത്ത പൗലോസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീമോത്തിയോസ് തെസ്സലോനിക്ക സഭയെപ്പറ്റി പൗലോസിന് ഈ സന്തോഷ വാർത്ത കൊടുത്തപ്പോൾ പൗലോസിനുണ്ടായ ഒരു പ്രതികരണമാണ് ഈ പുസ്തകം അല്ലെങ്കിൽ ഈ ലേഖനം എന്ന് പറയുന്നത്. അതായത് തീമോത്തിയോസ് തെസ്സലോനിക്ക സഭയ്ക്ക് പറ്റി കൊടുത്ത സന്തോഷ വാർത്ത പൗലോസിന് കൊടുത്തപ്പോൾ പൗലോസിനുണ്ടായ ഒരു പ്രതികരണമാണ് നമ്മൾ ഈ ലേഖനത്തിൽ വായിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, 1 തെസ്സലോനിക്ക ലേഖനം എന്ന് പറയുന്നത്. അതിന്റെ 1-ാം അധ്യായം, അതിന്റെ 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിപ്പാൻ അല്ലെങ്കിൽ അതിൽ നിന്നാണ് ചിന്തിപ്പാൻ ഉദ്ദേശിക്കുന്നത്. 2-ാം വാക്യം പറഞ്ഞ്, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടപെടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസിന്റെ ഒരു സ്തോത്രം ചൊല്ലലാണ് നമ്മളിപ്പോൾ വായിച്ചത്. ദൈവത്തിന് പൗലോസ് കൊടുക്കുന്ന ഒരു സ്തോത്രം അല്ലെങ്കിൽ സ്തുതി ആണ് നമ്മളിപ്പോൾ വായിച്ചത്. എന്തിനാണ് പൗലോസ് ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നത്? അതാണ് 2-ാം വാക്യത്തിൽ പറയുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ, അതായത് ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന നമുക്കറിയാം, അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പൗലോസും സിലാനോസും തീമോത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹം പൗലോസും സിലാനോസും തീമോത്തിയോസും തെസ്സലോനിക്ക സഭയ്ക്ക് കൊടുത്തിട്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ പ്രാർത്ഥന. അതായത് ഈ മൂവരും അവരുടെ പ്രാർത്ഥനയിൽ തെസ്സലോനിക്ക സഭയെ ഓർക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ ഈ 2-ാം വാക്യത്തിൽ കാണുന്നത്. നിങ്ങളെ സ്മരിച്ചുകൊണ്ട്, അതായത് നിങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും, ഇനിയും അവരെക്കുറിച്ചുള്ള ഗുണഗണങ്ങളെ പറ്റിയാണ് പൗലോസ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് തെസ്സലോനിക്ക സഭയുടെ
ഗുണങ്ങൾ, ഇന്ന് ഞാൻ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന ആരോഗ്യകരമായ സഭയുടെ ലക്ഷണങ്ങൾ എന്നൊരു ടൈറ്റിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്തുനിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആരോഗ്യകരമായ, ആരോഗ്യമുള്ള ഒരു സഭയുടെ ലക്ഷണങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ തെസലോനിക്ക സഭയെ നമ്മൾ നോക്കുകയാണെങ്കിൽ, തെസലോനിക്ക സഭയുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത, അങ്ങനെ 3 കാര്യങ്ങളാണ് ആദ്യം നമ്മൾ കാണുന്നത്. പൗലോസ് ആദ്യം 3 കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നത്. അതായത് വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും പ്രത്യാശയുടെ സ്ഥിതി. നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട പ്രത്യേകിച്ച് നമ്മളൊന്ന് സൂക്ഷിച്ച് വായിക്കേണ്ട 3 കാര്യങ്ങളാണ്. നമുക്കറിയാം പൗലോസിന്റെ പല ലേഖനങ്ങൾ, ഈ ലേഖനത്തിൽ തന്നെ ഈ 3 കാര്യങ്ങൾ, അതായത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവിടെ അതിനെക്കുറിച്ച് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് വിശ്വാസത്തിന്റെ വേല, സ്നേഹപ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത, ഇവ 3 ഉള്ള ഒരു സഭയാണ് തെസലോനിക്ക സഭ എന്നാണ് പൗലോസ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എന്താണ് ഈ വിശ്വാസത്തിന്റെ വേല, എന്താണ് ഈ സ്നേഹപ്രയത്നം, എന്താണ് ഈ പ്രത്യാശയുടെ സ്ഥിരത എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം തെസലോനിക്ക സഭയുടെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു അപ്പോസ്തല പ്രവൃത്തി 17 പൗലോസ് സുവിശേഷം അറിയിച്ചു. അങ്ങനെ സുവിശേഷം അറിയിച്ച് അനേകർ രക്ഷിക്കപ്പെട്ടു. പ്രത്യേകിച്ച് യാസോനും അരിസ്താർക്കസും അങ്ങനെ പലരും രക്ഷിക്കപ്പെട്ട കാര്യം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 17 വായിക്കുമ്പോൾ അറിയാം. അപ്പം ഈ തെസലോനിക്ക സഭയെ പറ്റി പൗലോസ് പറയുമ്പോൾ, ഈ പൗലോസ് സ്തോത്രം അർപ്പിക്കുന്നതിനോടൊപ്പം പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. യഹൂദനാകയാൽ പൗലോസ് തന്റെ പ്രാർത്ഥന, അതായത് പൗലോസും സിലാനോസും തിമോഥെയോസും തന്റെ അനുദിന പ്രാർത്ഥനയിൽ തെസലോനിക്ക സഭയെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സഭ ആയിരിക്കണം ദൈവസഭ, അല്ലെ? നമ്മൾ കൂടി വരുന്ന സഭ, അല്ലെ കൂടി വരുന്ന ലോക്കൽ ചർച്ച് എന്ന് പറയുന്ന, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്? നമ്മളെക്കുറിച്ച് സ്തോത്രം പറയുന്ന രീതിയിലാണോ നമ്മുടെ സഭ പ്രവർത്തിക്കുന്നതോ, നമ്മളെക്കുറിച്ച് മോശം പറയുന്ന, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഓർക്കുവാൻ താല്പര്യപ്പെടാത്ത രീതിയിലാണോ നമ്മുടെ സഭ പ്രവർത്തിക്കുന്നത്? അതിനെക്കുറിച്ച് നമ്മുടെ ലോക്കൽ സഭകൾ ഇന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബൽ ചർച്ച് തന്നെ, ആഗോള സഭ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സഭ, ദൈവസഭ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ദൈവസഭയെ പറ്റിയുള്ള മറ്റുള്ളവരുടെ സാക്ഷ്യം എന്താണ്? മറ്റുള്ള വിശ്വാസികളുടെ അവിശ്വാസികളുടെ ദൈവസഭയെ കുറിച്ച് മറ്റുള്ളവർക്ക് ഉള്ള സാക്ഷ്യം എന്താണ്? ദൈവസഭ തന്നെയാണോ? അതോ ദൈവസഭ മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് ദൈവത്തിന് നിരക്കാത്ത, വചനത്തിന് നിരക്കാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുന്ന രീതിയിലാണോ ദൈവസഭ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ തെസലോനിക്ക സഭയെ പറ്റി കാണുമ്പോൾ പൗലോസിന് നല്ല കാര്യങ്ങളെ ഉള്ളൂ പറയാൻ, അല്ലേ? നമ്മൾ പ്രത്യേകിച്ച് ഈ ലേഖനം വായിക്കുവാണെങ്കിൽ പൗലോസിന്റെ പ്രാർത്ഥനയിൽ എവ്രി ഡേ പൗലോസ് ദൈവത്തിന് സ്തോത്രവും സ്തുതിയും കരയേറ്റുന്ന രീതിയിലാണ് ഈ സഭയുടെ പ്രവർത്തനം, അല്ലെ ഈ സഭയുടെ ഒരു ക്യാരക്ടർ, ഈ സഭയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, അവിടെ കൂടി വരുന്ന ആളുകളുടെ സ്വഭാവം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ സഭകളെല്ലാം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സഭയെക്കുറിച്ച് മറ്റുള്ള ഒരാൾ ഓർക്കുമ്പോൾ, മറ്റൊരാൾ പുറത്തുനിന്നൊരാൾ നോക്കുമ്പോൾ നമ്മുടെ സഭയെപ്പറ്റി നല്ലതായിരിക്കണം പറയുന്നത്. വചനത്തിന് നിരക്കുന്ന രീതിയിൽ, വചനത്തിന് യോഗ്യമാം വണ്ണം നിൽക്കുന്ന ഒരു സഭയായിരിക്കണം നമ്മുടെ എല്ലാ സഭകളും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പൗലോസ് ദിനംതോറും സ്തോത്രം ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് പൗലോസ് പറയുന്ന 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്: വിശ്വാസത്തിന്റെ വേല, സ്നേഹപ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത. എങ്ങനെയാണ് ഈ 3 കാര്യങ്ങൾ തെസലോനിക്ക സഭ പ്രദർശിപ്പിക്കുന്നത്? തെസലോനിക്ക സഭയിലെ ആളുകൾ പ്രാപിച്ച രക്ഷയുടെ തെളിവാണ് ഈ 3 ഗുണങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. അവർ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച, അല്ലെങ്കിൽ അവർ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച കൃപയാൽ ലഭിച്ച രക്ഷയുടെ തെളിവാണ് ഈ 3 ഗുണങ്ങൾ. എന്താണ് ഈ 3 ഗുണങ്ങൾ? നമ്മൾ വായിച്ചു: വിശ്വാസത്തിന്റെ വേല, സ്നേഹപ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത. നമുക്കറിയാം 1 കൊരിന്ത്യർ 13:13 പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്: ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. സ്നേഹത്തെ പറ്റിയുള്ള ഒരു അധ്യായം, സ്നേഹാധ്യായം എന്നൊക്കെ നമ്മൾ 1 കൊരിന്ത്യർ 13 പറ്റി പറയാറുണ്ട്. സ്നേഹത്തെപ്പറ്റി, അല്ലെ സ്നേഹത്തിന്റെ വലുപ്പത്തെ പറ്റി പറയാനാണ് അവിടെ ഒരു കമ്പാരിസൺ, അവിടെ ഒരു താരതമ്യം പൗലോസ് നടത്തുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അതുപോലെ 1 തെസലോനിയർ 5:8 ഈ സെയിം ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്: നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ്? നാം നമ്മൾ ഓരോരുത്തരും ഈ സഭയുടെ ഭാഗമാണ്. നമുക്കറിയാമല്ലോ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ക്രിസ്തുവിന്റെ മണവാട്ടി സഭയുടെ
അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നാം പ്രദർശിപ്പിക്കേണ്ട നമുക്ക് ലഭിച്ച ദൈവത്തിങ്കൽ നിന്ന് ലഭിച്ച രക്ഷയുടെ തെളിവായി നാം പ്രദർശിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഈ 3 കാര്യങ്ങളും: വിശ്വാസത്തിന്റെ വേല, സ്നേഹപ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത. ഇവ 3 പ്രദർശിപ്പിക്കാൻ നാം ബാധ്യസ്ഥരാണ്. എന്താണ് അപ്പം വിശ്വാസത്തിന്റെ വേല എന്ന് പറയുന്നത്? നമുക്കറിയാം, വിശ്വാസത്തിന്റെ വേല എന്ന് പറയുമ്പോൾ നമ്മളിൽ ഉളവാകുന്ന, അല്ലെങ്കിൽ കർത്താവിങ്കിൽ നമ്മൾ വെക്കുന്ന വിശ്വാസത്താൽ ഉളവാകേണ്ട വേലയാണ് വിശ്വാസത്തിന്റെ വേല. മലയാളത്തിലെ വേല വെക്കുക എന്നൊക്കെ പറയും, അതല്ല ഉദ്ദേശിക്കുന്നത്. വിശ്വാസത്തിൽ നിന്നുളവാകേണ്ട വേല, അല്ലേ? എന്ന് പറഞ്ഞാല് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആധികാരികമായി കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ കാണുന്നുണ്ട്. വിശ്വാസവും വേലയും ഒരുമിച്ച് പോകുക, അല്ലെങ്കിൽ വിശ്വാസവും പ്രവൃത്തി ഒരുമിച്ച് പോകുക, അല്ലേ? ഞാൻ കൂടുതൽ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല, സമയക്കുറവ് കാരണം. എന്നാലും പെട്ടെന്ന് 1-2 വാക്യങ്ങൾ വായിക്കാം. നമുക്കറിയാം, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തില് അതിന്റെ 14-ാം വാക്യം പറയുന്നുണ്ട്: സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്താ? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങൾ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർ കൊടുക്കാതിരുന്നാൽ ഉപകാരമുണ്ട്. അങ്ങനെ 14 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകിച്ച് പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെ പറ്റി യാക്കോബ് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസം പേരിന് വേണ്ടിയുള്ള ഒരു വിശ്വാസമായി തന്നെ നിലനിൽക്കുകയാണോ? ഓഫ് കോഴ്സ്, നാം ഉപദേശത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുള്ളവരാകരുത്. ദൈവസഭ ആ ഉപദേശത്തിൽ നിലനിൽക്കുന്നതിനോടൊപ്പം നമ്മുടെ വിശ്വാസത്തിന്റെ വേല എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ കൂടെ നമ്മുടെ പ്രവൃത്തികളും ഒരുമിച്ച് പോകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നാം പോകുന്നത്, അല്ലേ? ദൈവസഭ എന്ന് പറയുമ്പോൾ പഴയ കാലം ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് അപ്പച്ചന്മാരുടെ കാലത്ത് 40-50 വർഷം മുമ്പ് അവരുടെ വിശ്വാസത്തിനോട് പ്രവൃത്തികൾ ഒരുമിച്ച് പോകുന്ന രീതിയിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. എന്നാൽ കാലം പോയി, സാമ്പത്തികമൊക്കെ കൂടിയപ്പോൾ പിന്നെ വിശ്വാസം ഒരിടത്തും ഒരു രീതിയിലും പ്രവൃത്തി വേറൊരു തലത്തിലും പോകുന്ന രീതിയിലാണ് നമ്മൾ ദൈവസഭ ഇപ്പോൾ കാണുന്നത്. എന്നാൽ അങ്ങനെ ആയിരിക്കരുത്. തെസ്സലോനിക്ക സഭ നമുക്കൊരു മാതൃകയാവുന്ന അവിടെയാണ്. വിശ്വാസത്തിന്റെ വേലയിൽ അവർ വ്യാപൃതരായിരുന്നു, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ വേല എന്ന ഗുണം ഉള്ള ഒരു സഭയായിരുന്നു തെസ്സലോനിക്ക സഭ. അതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോ സഭയുടെ അംഗങ്ങളാകുന്ന നമ്മൾ ഓരോരുത്തരും. സഭ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ വിശ്വാസത്തിനോടൊപ്പം വിശ്വാസവും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട രീതിയിലാണ് നമ്മുടെ വിശ്വാസം പോകേണ്ടത്. അല്ലെങ്കിൽ കർത്താവിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുമ്പോൾ തന്നെ ആ വിശ്വാസത്തിന്റെ ഒരു ഫലമാണ് ഈ പ്രവൃത്തി എന്ന് പറയുന്നത്. നാം നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തിയാലല്ല, നമുക്കതറിയാം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ കൃത്യമായിട്ട് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ നീതീകരണവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ല. എന്നാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരാളുടെ ഫലം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ ആ സഹോദരന്റെയോ സഹോദരിയുടെയോ ഫലം, അത് അവർ പുറപ്പെടുവിക്കേണ്ട ഫ്രൂട്ടാണ് ഈ പ്രവൃത്തി എന്ന് പറയുന്നത്. അതായത് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരാൾ നിർബന്ധമായും നാം അവരുടെ വിശ്വാസം അറിയുന്നത് അവരുടെ പ്രവൃത്തിയിലൂടെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദൈവസഭയുടെ വിശ്വാസവും ദൈവസഭയുടെ പ്രവൃത്തിയും ദൈവസഭയുടെ വേലയും, വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ പോകുന്നുണ്ടോ എന്ന് ഇന്ന് രാവിലെ നാം ഒന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോകുന്നത്. നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവൃത്തിയും, നമ്മുടെ വിശ്വാസത്തിൽ നിന്നുളവാകുന്ന വേലയും, ഇത് രണ്ടും ഒരുമിച്ച് പോകണം. എഫെസി ലേഖനത്തിലും അതിന് 2-ാം അധ്യായത്തിൽ പൗലോസ് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, അല്ലേ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. 10-ാം വാക്യത്തിൽ നാം പ്രവൃത്തികൾ നമ്മുടെ ഫ്രൂട്ടായിട്ട്, വിശ്വാസത്തിന് ഫ്രൂട്ടായിട്ട് പ്രവൃത്തികളും വരേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വേലയും ഒരുപോലെ പോകണം. സൽപ്രവൃത്തികളിൽ നാം ഏർപ്പെടുമ്പോഴാണ് നമ്മുടെ വിശ്വാസം തെളിയിക്കപ്പെടുന്നത്. അതിന്റെ ഒരു എവിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ സൽപ്രവൃത്തികളാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ മുമ്പേ വായിച്ച പോലെ ഒരാൾ വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം എന്ന ഉത്തരമല്ല അതിന് യോഗ്യമായ ഉത്തരം. ഓഫ് കോഴ്സ് നമ്മൾ പ്രാർത്ഥിക്കണം, പക്ഷെ ഒരാൾ വിശക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആഹാരം കൊടുക്കുക ചെയ്യുന്നത്, അല്ലേ? ഒരാൾ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരാൾ വേദനയിലൂടെ പോകുമ്പോൾ നാം എംപത്തൈസ് ചെയ്യണം, അല്ലെ? അവരുടെ വേദനയോട് കൂടെ നാമും ചേരുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ പല ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അതാണ് ഒരു വിശ്വാസിയിൽ നിന്ന്, ഒരു ദൈവസഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വാസവും പ്രവൃത്തിയും ഒരുമിച്ച് പോകണം. പിന്നെ പറയുന്നത് സ്നേഹപ്രയത്നം. അതായത് അവർക്ക് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് അവരുടെ സ്നേഹം മറ്റുള്ളവരും അറിയുന്നു. എങ്ങനെയാണ്? ദൈവസ്നേഹം മാത്രമല്ല,
സഹോദരന്മാരെയും അവർ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ കൂട്ടുവിശ്വാസികൾ മാത്രമല്ല, മറിച്ച് പുറത്തുള്ളവരെയും സ്നേഹിക്കുവാൻ അവർക്ക് പറ്റുന്നുണ്ട്. അതായത് ദൈവസ്നേഹത്താൽ ഉളവാകുന്നതാണ് മറ്റുള്ളവരോടുള്ള സ്നേഹം. നമ്മൾ പറയും, ഇംഗ്ലീഷിൽ പറയും ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. ലവ് ഇസ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. ദൈവത്തോട് മാത്രമല്ല, ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരെ നാം സ്നേഹിക്കുമ്പോഴാണ്. പുതിയ നിയമ തത്വപ്രകാരം നമ്മുടെ ശത്രുക്കളെ വരെ നാം സ്നേഹിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്, അല്ലേ? അപ്പോൾ വിശ്വാസികളോ അവിശ്വാസികളോ എന്നില്ലാതെ, യാതൊരുവിധ നിബന്ധനയോ ഇല്ലാതെ, ഒരു കണ്ടീഷൻ ഇല്ലാതെ ദൈവത്തെ നാം സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുവിശ്വാസികളെയും നമ്മുടെ നെയ്ബേഴ്സിനെയും നമ്മുടെ അവിശ്വാസികളെയും നാം സ്നേഹിക്കണം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതാണ് പുതിയ നിയമത്തിന്റെ തത്വം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെയാണ് തെളിയിക്കപ്പെടുന്നത്? മറ്റുള്ളവരോട് നമ്മുടെ സ്നേഹം നാം പ്രദർശിപ്പിക്കുമ്പോഴാണ് നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ ദൈവസ്നേഹം നമ്മളിലൂടെ തെളിയിക്കപ്പെടുന്നത്. അത് നാം മനസ്സിലാക്കണം. അത് തെസ്സലോനിക്ക സഭയ്ക്ക് ആ സ്നേഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ ആ സ്നേഹത്തിന്റെ പ്രയത്നത്തിൽ വ്യാപൃതരായിരുന്നു. എന്താണ് അതിന് കാരണം? അതിന്റെ കാരണം എന്ന് പറയുന്നത് രക്ഷയാണ്. ക്രിസ്തുവിങ്കിൽ നിന്ന് ലഭിച്ച രക്ഷയാണ്, അല്ലെങ്കിൽ കൃപയാൽ അവർക്ക് ലഭിച്ച രക്ഷയുടെ തെളിവാണ് ഈ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും എന്ന് പറയുന്നത്. മൂന്നാമത് നമ്മൾ കാണുന്നത് പ്രത്യാശയുടെ സ്ഥിരത. അതിലെ 4-ാം വാക്യത്തിൽ 3-ാം വാക്യത്തിൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും. നമുക്കറിയാം, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലേ, കഷ്ടതയെപ്പറ്റിയും സ്ഥിരതയെപ്പറ്റിയും സഹിഷ്ണുതയെപ്പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് പ്രത്യാശയുടെ സ്ഥിരത. അപ്പൊ എന്താണ് അവരുടെ പ്രത്യാശ? നമുക്കറിയാം, അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് അവരുടെ നാഥനായ അവരുടെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അത് പൗലോസ് പിന്നീട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്ന് അവരെ വീണ്ടും ചേർക്കും, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും എന്നുള്ളതാണ് അവരുടെ പ്രത്യാശ. ആ പ്രത്യാശ ഒട്ടും കൈവിടാതെ അവര് അതിൽ മുറുകെ പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് തെസ്സലോനിക്ക സഭയെ പറ്റി ഉള്ള മറ്റൊരു ഗുണം നമ്മൾ കാണുന്നത്. അതാണ് പൗലോസ് പറയുന്നത്, വിശ്വാസത്തിന്റെ വേല, സ്നേഹപ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത. അതിൽ നിന്നുളവാകുന്നതാണ് അവരുടെ സ്ഥിരത. അതായത് എൻഡ്യൂറൻസ് അല്ലെങ്കിൽ പെർസീവറൻസ്. അവരുടെ സ്ഥിരത എന്ന് പറയുന്നത്, ആ സ്ഥിരതയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ഉറവിടം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവെങ്കിലുള്ള പ്രത്യാശയാണ്. ആ പ്രത്യാശ ഇല്ലെങ്കിൽ ആ സ്ഥിരതയില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും എന്നുള്ള പ്രത്യാശ അവർക്കുള്ളത് കൊണ്ടാണ് ഈ സ്ഥിരതയിൽ അവർ നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്ഥിരത എന്നിവിടെ പറയാൻ കാരണം? നമ്മൾ ഈ തെസ്സലോനിക്ക സഭയെ പറ്റി പഠിക്കുകയാണെങ്കിൽ, അപ്രതീക്ഷിതമായ മരണങ്ങൾ ഒരുപാട് സംഭവിച്ച ഒരു കാലഘട്ടത്തിലാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. കുറച്ച് പശ്ചാത്തലം നമുക്ക് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് 2 തെസ്സലോനിക്ക ലേഖനം കൂടെ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്രതീക്ഷിതമായ കുറെ മരണങ്ങൾ സംഭവിച്ച ഒരു സഭയാണിത്. അപ്പൊ അപ്രതീക്ഷിതമായ മരണങ്ങൾ സംഭവിച്ചപ്പോൾ ഒന്നാമത് അവർ പീഡനത്തിലൂടെ കടന്നു പോവുക. നമുക്ക് ഇതിന്റെ പശ്ചാത്തലം പഠിച്ചാൽ നമുക്കറിയാം, ജൂസും ജെന്റൈൽസും, അതായത് യഹൂദന്മാരും ജാതികളും രക്ഷിക്കപ്പെട്ട വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു സഭയാണിത്. കൂടുതലായി ജാതികളുണ്ട്. ഈ തെസ്സലോനിക്ക പട്ടണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മാസഡോണിയൻ തലസ്ഥാനമായിരുന്നല്ലോ. അപ്പോൾ സാമൂഹികമായും സാംസ്കാരികമായും ഉയർന്നു നിന്നൊരു പട്ടണമായിരുന്നു. അപ്പൊ അവിടെ ഒരുപാട് ജാതികൾ, അവിശ്വാസികളായ ജാതികളുണ്ടായിരുന്നു. ഈ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടമുള്ള ഒരു സഭയാണ് ഈ തെസ്സലോനിക്ക സഭ. അപ്പൊ സ്റ്റിൽ അവിശ്വാസികളായ ജാതികളിൽ നിന്ന് അവർക്ക് പീഡനം അവരിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ പീഡനത്തിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അവർ ഈ ഗുണഗണങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ വിശ്വാസത്തിന്റെ വേല, സ്നേഹപ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത. അപ്പോൾ അവിടെ ഈ സ്ഥിരത, അതായത് ഈ പീഡനങ്ങൾക്ക് നടുവിലും ഈ അവർ നേരിടുന്ന പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലും അവർ പ്രദർശിപ്പിക്കുന്ന സ്ഥിരതയ്ക്ക് കാരണം എന്താണ്? ആ കാരണമാണ് പൗലോസ് പറയുന്നത് ആ പ്രത്യാശയാണ്. എന്താണ് ആ പ്രത്യാശ? കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും എന്നുള്ള പ്രത്യാശ, അവരെ വീണ്ടും വന്ന് ചേർത്തുകൊള്ളും എന്നുള്ള പ്രത്യാശ. ആ പ്രത്യാശ ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ യാതൊരു ഹോപ്പും ഇല്ല, അല്ലെ? ആ പ്രത്യാശ ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ എൻഡ്യൂർ ചെയ്യാൻ, അതായത് അവസാനത്തോളം സഹിച്ചു നിൽക്കാൻ, അവസാനത്തോളം പിടിച്ചു നിൽപ്പാൻ അവർക്ക് യാതൊരുവിധ കാരണങ്ങളുമില്ല. പക്ഷെ അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് പൗലോസ് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വന്ന് രക്ഷിക്കപ്പെട്ട ഈ കൂട്ടത്തെ ചേർത്തുകൊള്ളും എന്നുള്ള വിശ്വാസമാണ് അവരുടെ ഈ സ്ഥിരതയ്ക്ക് കാരണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പൗലോസ് ഈ 3 ഗുണങ്ങളെ പറ്റിയാണ് നമ്മൾ കണ്ടത് തെസ്സലോനിക്ക സഭയെ പറ്റി എഴുതുമ്പോൾ പറയുന്നത്. അതായത് വിശ്വാസത്തിന്റെ വേല, സ്നേഹപ്രയത്നം,
പ്രത്യാശയുടെ സ്ഥിരത. ഇവ മൂന്നിന്റെയും കാരണം എന്താണ്? ഇവർക്ക് ലഭിച്ച രക്ഷയാണ് കാരണം. കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തത്താൽ ഇവരെ വീണ്ടെടുത്തു. തെസലോനിക്ക സഭ ആ സുവിശേഷത്തിൽ വിശ്വസിച്ചു. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സുവിശേഷം പൗലോസ് പ്രസംഗിച്ചപ്പോൾ ആ സുവിശേഷത്തിൽ ഇവർ വിശ്വസിച്ചു, അവർ രക്ഷിക്കപ്പെട്ടു. ആ രക്ഷയുടെ തെളിവായിട്ടാണ് ഇവർ പ്രദർശിപ്പിക്കുന്ന, ഈ തെസലോനിക്ക സഭ പ്രദർശിപ്പിക്കുന്ന 3 ഗുണങ്ങൾ നമ്മൾ വായിച്ചത്. വിശ്വാസത്തിന്റെ വേല, സ്നേഹപ്രയത്നം, ഈ പ്രത്യാശയുടെ സ്ഥിരത. യോഹന്നാൻ 14:15 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പൊ എങ്ങനെയാണ് ഇവർ ഈ സ്നേഹപ്രയത്നം ഇവരിൽ കാണാൻ സാധിക്കുക? ഇവർ ദൈവത്തിന്റെ കൽപ്പനകളെ കാക്കുന്ന ഒരു സഭയാണ്, അല്ലെ? അപ്പോൾ അങ്ങനെയാണ് ഇവർ ദൈവസ്നേഹം ഇവരിലൂടെ പ്രദർശിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാകണം നമ്മുടെ ഓരോ സഭകളും. ദൈവസ്നേഹം നമ്മൾ വാക്കുകളിൽ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രസംഗങ്ങളിൽ മാത്രമല്ല, മറിച്ച് ദൈവസ്നേഹം നമ്മൾ പ്രദർശിപ്പിക്കുന്ന എങ്ങനെയാണ്? ദൈവത്തിന്റെ കൽപ്പനകളെ നാം അനുസരിക്കുമ്പോഴാണ്. ദൈവത്തിന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ ഉപദേശം മാത്രമല്ല. ആ ഉപദേശം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ പോകണം. അങ്ങനെ ആയിരിക്കണം ദൈവസഭ. എന്നാലേ ദൈവത്തിന് നമ്മെക്കുറിച്ച്, അനുഗ്രഹിക്കപ്പെട്ട തെസലോനിക്ക സഭയെ പറ്റി സാക്ഷ്യം പറയുന്ന പോലെ പറയാൻ പറ്റൂ. നമ്മുടെ വിശ്വാസം മാത്രമാണ് ശരി, പ്രവൃത്തി നമുക്കില്ല എങ്കിൽ, വിശ്വാസം ഓഫ് കോഴ്സ് വേണം, ഉപദേശത്തിൽ നാം വിശ്വസിക്കണം, അതിന് യാതൊരു വിട്ടുവീഴ്ചയ്ക്ക് നാം തയ്യാറാകരുത്. അതിനോടൊപ്പം തന്നെ ആ ഉപദേശം നമ്മുടെ പ്രവൃത്തികളിലൂടെ പുറത്തു വരിക എന്നുള്ളതും കൂടെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു മോഡൽ ചർച്ചാണ് ഈ തെസലോനിക്ക സഭ എന്ന് പറയുന്നത്. അവർ ദൈവത്തിന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുന്ന, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ഒരു സഭയായിരുന്നു. അതാണ് കർത്താവ് യോഹന്നാൻ 14 ശിഷ്യന്മാരോട് സംസാരിക്കും പറയുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കേണ്ടത്? അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ദൈവത്തോടുള്ള സ്നേഹത്തിനോടൊപ്പം മറ്റുള്ള തങ്ങളുടെ കൂട്ടുവിശ്വാസികളോടും മറ്റുള്ള പുറത്തുള്ള മനുഷ്യരോടും അവിശ്വാസികളോടൊക്കെ അവരുടെ സ്നേഹം അവർ പ്രദർശിപ്പിച്ചിരുന്നു തെസലോനിക്ക സഭ. അങ്ങനെയായിരിക്കണം നാം ഓരോരുത്തരും, ദൈവസഭയുടെ അംഗങ്ങളാകുന്ന നാം ഓരോരുത്തരും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്നേഹം നമ്മുടെ പ്രവൃത്തിയിലൂടെ പുറത്തു വരട്ടെ. അങ്ങനെ മറ്റുള്ളവർ നമ്മുടെ സ്നേഹം കണ്ട് കർത്താവിലേക്ക് കടന്നു വരട്ടെ. അതാണ് ഞാൻ ഈ വാക്യശകലങ്ങളിലൂടെ പ്രബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ വേല, നമ്മുടെ സ്നേഹപ്രയത്നം, നമ്മുടെ പ്രത്യാശയുടെ സ്ഥിരത, ഇവ മൂന്നും ദൈവസഭയ്ക്കുണ്ടാകേണ്ട 3 ഗുണഗണങ്ങളാണ്. ആരോഗ്യകരമായ സഭയുടെ ലക്ഷണങ്ങളിൽ 3 ഞാനിപ്പോൾ പറഞ്ഞത്. വിശ്വാസത്തിന്റെ വേല, സ്നേഹപ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത. വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, വിശ്വാസം പ്രവൃത്തിയിലേക്ക് നയിക്കണം. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ പറയുന്നത് പോലെ, നമ്മൾ കണ്ട പോലെ, നാം നീതീകരിക്കപ്പെടുന്ന വിശ്വാസത്താൽ മാത്രമാണ്. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് അലോൺ. അതാണ് ദൈവവചനം പറയുന്നത്, ദൈവവചനം പഠിപ്പിക്കുന്നതാണ്. വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം. എന്നാൽ നീതീകരിക്കപ്പെട്ടവരായി നമ്മൾ ആ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയും വേണം. അതാണ് ഒരു വിശ്വാസിയുടെ എവിഡൻസ് എന്ന്, അല്ലെ, വിശ്വാസി തന്റെ വിശ്വാസം തെളിയിക്കുന്ന അവിടെയാണ്. തന്റെ സൽപ്രവൃത്തികളിൽ കൂടെയാണ് തന്റെ വിശ്വാസം തെളിയിക്കുന്നത്. അല്ലെങ്കിൽ തന്റെ ഫലം എന്ന് പറയുന്നത് താൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന സൽപ്രവൃത്തികളാണ്. ആ സൽപ്രവൃത്തികളിലൂടെയാണ് നമ്മുടെ വിശ്വാസം തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ 3-ാം വാക്യം, അങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ദൈവത്തിന് വേണ്ടി തെസലോനിക്ക സഭയെ ഓർത്തുകൊണ്ട് ദൈവത്തോട് സ്തോത്രം ചെയ്യുന്ന കാരണങ്ങളാണ് ഈ 3 കാരണങ്ങൾ. അതായത് വിശ്വാസത്തിന്റെ വേല, സ്നേഹപ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത. ഇവ 3 ഓർത്തുകൊണ്ടാണ് പൗലോസും സിലാനോസും തീമോത്തിയോസും ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നത്. അപ്പോൾ ഇവ 3 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സഭകൾ പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് നാം തിരിഞ്ഞു നോക്കും. നമ്മുടെ സഭകൾ ഉൾപ്പെടെ, നമ്മുടെ സ്വന്തം ലോക്കൽ ചർച്ച ആയാലും മറ്റുള്ള സഭകളും ഇവ 3 പ്രദർശിപ്പിക്കുന്നുണ്ടോ എന്ന് വളരെ സംശയം ജനിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. ചില സഭകളെ ഞാനൊന്ന് നോക്കുമ്പോൾ, ചില സഭകൾ അവർക്ക് വിശ്വാസവുമില്ല, പ്രവൃത്തിയും ഇല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഉപദേശം പഠിപ്പിക്കലുമില്ല, പ്രവൃത്തിയുമില്ല. ചില സഭകൾ ഉപദേശം പഠിപ്പിക്കുന്നുണ്ട്, എന്നാൽ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നില്ല. ചിലർക്ക് ഉപദേശമില്ല, പക്ഷെ പ്രവൃത്തിയുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ എക്സ്ട്രീം പോയിന്റ്സിൽ ആകാൻ പാടില്ല. നമ്മൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ആകാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, മറിച്ച് ഇതെല്ലാം ഒരുപോലെ പോകണം. അതാണ് നമ്മൾ തെസലോനിക്ക സഭയിൽ കാണുന്നത്. നമ്മുടെ വിശ്വാസവും നമ്മുടെ ഉപദേശവും നമ്മുടെ പ്രവൃത്തിയും. ആദ്യ നൂറ്റാണ്ടിലെ സഭ എങ്ങനെയല്ലായിരുന്നു, അല്ലെ? അപ്പോസ്തല പ്രവൃത്തി 2 പ്രത്യേകിച്ച് നമ്മൾ കാണുന്നുണ്ട്.
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും പ്രാർത്ഥന കഴിച്ചും അപ്പം നുറുക്കിയും പോകുന്നു. എന്നിട്ട് അത് കഴിഞ്ഞുള്ള വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും പ്രസംഗിക്കാറില്ല. അവർ ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടമായിരുന്നു, ഷെയർ ചെയ്യുന്ന ഒരു ചർച്ചയായിരുന്നു. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്ന രീതിയിലുള്ള സഭയായിരുന്നു ആദിമ നൂറ്റാണ്ടിലെ സഭ. അവിടെ ആർക്കും ഒരു നീഡിന് ആവശ്യം വരുന്നില്ല. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാവരും പങ്കുവെക്കുന്നുണ്ട്, അവർക്കുള്ളത് ഇല്ലാത്തവന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സന്തോഷത്തോടെ നിലനിന്നു പോന്നിരുന്നു ആദിമ നൂറ്റാണ്ടിലെ സഭ. എന്നാൽ ഇന്ന് വന്നപ്പോൾ അതൊന്നും നമുക്ക് കാണുവാൻ കഴിയുന്നത് വളരെ പരിതാപകരമായ നിലയിലേക്കാണ് ദൈവസഭ വന്നിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെസ്സലോനിക്ക സഭയെ നമ്മൾ ഓർക്കുമ്പോൾ, തെസ്സലോനിക്ക സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ വിശ്വാസം, അവരുടെ പ്രവൃത്തിയും ഒരുപോലെ പൊക്കോണ്ടിരുന്നു. ദൈവസ്നേഹം അവരുടെ പ്രവൃത്തികളോട് തെളിയിക്കപ്പെട്ടിരുന്നു. അത് തന്നെയല്ല, കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും, പ്രതിസന്ധിയിലൂടെ പോകേണ്ടി വന്നിട്ടും, പ്രശ്നത്തിലൂടെ പോകേണ്ടി വന്നിട്ടും അവർ തങ്ങളുടെ സ്ഥിരത തെളിയിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അത് പലപ്പോഴും നമുക്ക് പ്രകടിപ്പിക്കാൻ വളരെ പാടുള്ളൊരു കാര്യമാണ്. കഷ്ടങ്ങളിലൂടെ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ സ്ഥിരത തെളിയിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ മടുത്തു പോകും, നമ്മൾ ലേസി ആവും, നമ്മൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരാം, നമുക്ക് വെറുപ്പ് വരാം. ഞാൻ എന്തിനു ഈ കഷ്ടതയിലൂടെ പോകുന്നു, ഞാൻ എന്തിനു ഈ പ്രതിസന്ധിയിലൂടെ പോകുന്നു എന്ന് പറഞ്ഞ് നമുക്കൊരു വിരക്തിയൊക്കെ ഉണ്ടാകാം. എന്നാൽ ഈ തെസ്സലോനിക്ക സഭ കഷ്ടങ്ങളിലൂടെ പോകുമ്പോഴും അവർ തെളിയിക്കുന്നത് അവരുടെ സ്ഥിരതയാണ്. ആ സ്ഥിരതയ്ക്ക് കാരണം എന്താണ്? ദൈവത്തിങ്കിലുള്ള അവരുടെ പ്രത്യാശയാണ്, ക്രിസ്തുവിലുള്ള ഒരു പ്രത്യാശയാണ്. അപ്പോൾ ഇത് ഓർത്തുകൊണ്ടാണ് പൗലോസും സിലാനോസും തീമോത്തിയോസും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. എന്നിട്ട് 4-ാം വാക്യത്തില് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. പിന്നീട് പൗലോസ് അവരെക്കുറിച്ച് പറയുന്നത് അവരുടെ തിരഞ്ഞെടുപ്പിനെ പറ്റിയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പ്രസംഗിച്ചപ്പോൾ എഫേസ്യ ലേഖനം 1:3 മുതൽ നമ്മൾ 14 വരെ ചിന്തിച്ചായിരുന്നു. ചിലരെങ്കിലും ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ തിരഞ്ഞെടുപ്പിനെ പറ്റി വിശദമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തത്, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ കാരണം എന്താണ്, ആ തിരഞ്ഞെടുത്തത് കൊണ്ട് ദൈവസഭ എന്താണ് ഇനി ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ കൂടുതലായി അതിനെക്കുറിച്ച് പറയുന്നതെങ്കിലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു പോകാം. യുഗായുഗങ്ങൾക്ക് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പെയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. നമുക്കറിയാം, പിതാവായ ദൈവം രക്ഷയ്ക്കായി നമ്മെ തിരഞ്ഞെടുത്തു, അല്ലെ? അതേ കാര്യമാണ് ഇവിടെയും കാണുന്നത്. തെസ്സലോനിക്ക സഭയെ ദൈവം തിരഞ്ഞെടുത്തതാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു സല്യൂട്ടേഷൻ പൗലോസ് പറയുന്നുണ്ട്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, അഡോൾഫായി എന്ന് ഗ്രീക്കിൽ കാണുന്നുണ്ട്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, അതായത് ഈ സഹോദരന്മാരെ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട സഹോദരിമാരും ഉണ്ട്. എന്നാലും അന്നത്തെ കാലഘട്ടത്തില് പാട്രിയാർക്കൽ ഒരു സമൂഹമാണ്, അതുകൊണ്ടാണ് പലയിടത്തും നമ്മൾ സഹോദരന്മാരെ കാണുന്നത്. പക്ഷെ സഹോദരിമാരും ഉള്ള ഒരു സഭയാണ്. അപ്പോൾ പൗലോസ് പറയുന്നത് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട വിശ്വാസ കൂട്ടമേ, അല്ലെ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. എന്തിനാണ് പൗലോസ് അങ്ങനെ പറയുന്നത്? ദൈവം നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തതാണ്. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത് എന്തിനാണ്? നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരുമായി നടക്കുവാനാണ് ദൈവം തെരഞ്ഞെടുത്തത്. രക്ഷയ്ക്കായാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. അപ്പോൾ ദൈവത്തിന് തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ യാതൊരുവിധ പ്രവൃത്തികളോ നിങ്ങളുടെ യാതൊരുവിധ സ്ട്രെങ്സോ കേപ്പബിലിറ്റീസോ ഒന്നും പറവാനില്ല. ദൈവത്തിന് നിങ്ങളുള്ള കരുണ മാത്രമാണ്. അതും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. ദൈവത്തിന് നമ്മെ തെരഞ്ഞെടുക്കാനുള്ള ഒരേ ഒരു കാരണമേ ഉള്ളൂ, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം, ദൈവത്തിന് നമ്മോടുള്ള കരുണ. ആ കരുണ ഒന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിന്റെ കാരണമായിട്ട് വേറൊന്നും നമുക്ക് പറഞ്ഞ് ബോസ്റ്റ് ചെയ്യുവാനില്ല. കാരണം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരേ ഒരു കാരണം ദൈവത്തിന് നമ്മളുള്ള സ്നേഹമാണ്, ദൈവത്തിന് നമ്മളുള്ള കരുണയാണ്. അതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നതും. ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന് അവരോടുണ്ടായിരുന്ന കരുണ, അല്ലെങ്കിൽ ഹീബ്രുവിൽ ഹെസേദ് എന്ന വാക്കുണ്ട്. ഞാൻ പലപ്പോഴും ബൈബിൾ സ്റ്റഡി എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. ഈ ഹെസേദ് എന്ന് പറയുന്ന വാക്ക് ഹീബ്രുവിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഹെസേദ് എന്നും ചില പാസേജിൽ അതിന് സ്നേഹം എന്നർത്ഥമുണ്ട്. ഹെസേദിന് ചില പാസേജിൽ മേഴ്സി, കരുണ എന്നർത്ഥമുണ്ട്. ചില പാസേജിൽ കമ്പാഷൻ എന്നർത്ഥമുണ്ട്, കൈൻഡ്നെസ് എന്നർത്ഥമുണ്ട്. അപ്പോൾ ദൈവം ഇതെല്ലാം ഉള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മോട് കരുണ കാണിക്കുന്ന, നമ്മുടെ ദയ കാണിക്കുന്ന, നമ്മളോട് കൃപ കാണിക്കുന്ന. സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുള്ളൂ, കൃപയും കരുണയും നിറഞ്ഞവനായിരിക്കാൻ ദീർഘക്ഷമയും മഹാദയുള്ളവൻ തന്നെ. അതായത് ദൈവം നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്, നമ്മളോട് കൃപ കാണിക്കുന്ന ദൈവമാണ്, ദീർഘക്ഷമ കാണിക്കുന്ന ദൈവമാണ്, മഹാദയുള്ള ഒരു ദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നത്. ആ കരുണ കൊണ്ട് മാത്രമാണ് ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തത്. ദൈവത്താൽ നാം സ്നേഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു പദവിയാണ്.
അത് നാം ഇന്ന് രാവിലെ മനസ്സിലാക്കണം. നമുക്ക് മറ്റ് പലർക്കും ലഭിക്കാത്തൊരു വലിയ പദവിയാണ് ദൈവത്താൽ സ്നേഹിക്കപ്പെടുക എന്നുള്ളത്. അതിന് നമുക്ക് യാതൊരുവിധ ക്വാളിഫിക്കേഷനും പറവാനില്ല, അല്ലെ? നമുക്ക് യാതൊരുവിധ യോഗ്യതയില്ലായിരുന്നപ്പോഴാണ് അയോഗ്യരായിരുന്ന നമ്മെ ദൈവം സ്നേഹിച്ചത്. അപ്പോൾ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അവരെക്കുറിച്ച് പറയുന്നത്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, ദൈവത്തിന് നിങ്ങളെ സ്നേഹിപ്പാൻ നിങ്ങളിൽ ഒരു കാരണവുമില്ല, മറിച്ച് ദൈവത്തിന് നിങ്ങളെ സ്നേഹിക്കുവാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് ദൈവത്തിന്റെ കരുണയൊന്ന് മാത്രമാണ്, ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്, ദൈവത്തിന്റെ ദയൊന്ന് മാത്രമാണ്. ദൈവത്തിന് നിങ്ങളോടുള്ള വളരെ ഒരു അഗാപ്പെ എന്ന് പറയുന്ന അൺകണ്ടീഷണൽ സ്നേഹം മാത്രമാണ് ദൈവത്തിന് നിങ്ങളെ തിരഞ്ഞെടുക്കുവാൻ ഒരു കാരണം. അപ്പോൾ നിങ്ങളത് അറിയണം. എന്തിനാ അറിയുന്നത്? അതറിഞ്ഞ് അത് ഉറവിടമായി നിന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരണം. അതാണ് ദൈവം തെസ്സലോനിക്ക സഭയെ പറ്റി ആഗ്രഹിക്കുന്നത്. അതിന്റെ ആപ്ലിക്കേഷൻ നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം. എങ്ങനെയുള്ളവരായിരിക്കണം? ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തവരാകിയാൽ നാം നമ്മുടെ തിരഞ്ഞെടുപ്പിനെ അറിഞ്ഞുകൊണ്ട് വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും നാം നടക്കണം. ഇപ്പൊ നമുക്കറിയാം 2 പത്രോസിന്റെ ലേഖനം അതിന്റെ 1:10 പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. അതിന് തൊട്ട് താഴെയുള്ള വാക്യം പറയുന്നത് എന്താണ്? ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കേണ്ടത്? പലപ്പോഴും നമ്മൾ ആ താഴത്തെ വാക്യം നമ്മൾ ഒരിക്കലും പറയാറില്ല, നമ്മൾ അതങ്ങ് പറഞ്ഞങ്ങ് പോകും. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കേണ്ട കാരണം 2 പത്രോസ് 1:11 പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും, അതായത് വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിയാൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകുകയില്ല, മറിച്ച് അതിന്റെ കൂടെ തന്നെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അപ്പോൾ ഇന്ന് രാവിലെ എല്ലാ NLIG സഭയോട് ഞാൻ പറയുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം, നമ്മുടെ തെരഞ്ഞെടുപ്പിനെ നാം അറിയണം, നമ്മുടെ തെരഞ്ഞെടുപ്പിനെ നാം മനസ്സിലാക്കണം. നമ്മളത് തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നത്. നമ്മൾ തെരഞ്ഞെടുപ്പിനെ ഒരിക്കലും അതിനെ വിലയില്ലാതെ നാം കാണരുത്. ദൈവം എങ്ങനെയാണ് നമ്മെ തിരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് മുമ്പേ തന്റെ കരുണ നമ്മുടെ മേൽ പ്രകാശിപ്പിച്ചാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ആ വിളി, ആ തിരഞ്ഞെടുപ്പ് നാം ഉറപ്പാക്കണം. എങ്ങനെയാണ് നാം ഉറപ്പാക്കുന്നത്? തന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടന്നാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിനെ നാം ഉറപ്പാക്കുന്നത്. താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നടന്നാണ് നാം അവന്റെ തിരഞ്ഞെടുപ്പിനെ ഉറപ്പാക്കുന്നത്. അങ്ങനെയാണ് നാം അവന്റെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നത്. അറിയുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയുക എന്നുള്ളതാണ്, അല്ലെ? ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ നാം എങ്ങനെ അറിയുന്നത്? ദൈവത്തെ കൂടുതലായി മനസ്സിലാക്കുമ്പോൾ, ദൈവത്തെ കൂടുതലായി അറിയുമ്പോൾ അവന്റെ തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശവും അവന്റെ തിരഞ്ഞെടുപ്പിന് നമ്മെക്കുറിച്ചുള്ള പർപ്പസും നാം മനസ്സിലാക്കും, അല്ലെ? ഇപ്പൊ ദൈവത്തെ കുറിച്ചറിയുകയും ദൈവത്തെ അറിയുകയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നോയിങ് ഗോഡ് ആൻഡ് നോയിങ് അബൌട്ട് ഗാഡ് ഇസ് ഡിഫറെന്റ്, റൈറ്റ്? നോയിങ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. നോയിങ് അബൌട്ട് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ചറിയുക എന്നാണ്. ദൈവത്തെക്കുറിച്ച് നമുക്ക് പുസ്തകങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവത്തെ കുറിച്ചറിയാൻ പറ്റും. എന്നാൽ ദൈവത്തെ അറിയുന്നത് എങ്ങനെയാണ്? ആ വായിക്കുന്ന, ആ ലഭിക്കുന്ന നോളജ്, അല്ലെങ്കിൽ ലഭിക്കുന്ന വിജ്ഞാനം അല്ലെങ്കിൽ വിസ്ഡത്തിൽ നാം ദൈവത്തോടു കൂടി ഒരു ബന്ധത്തിൽ അകപ്പെടണം, അല്ലെങ്കിൽ ദൈവത്തോടു കൂടി ഒരു ബന്ധത്തിലായിരിക്കണം. ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഒരു വ്യക്തിപരമായ ബന്ധം നമുക്ക് ദൈവവുമായി വേണം. അങ്ങനെ ഒരു ബന്ധത്തിൽ ആയിരിക്കുമ്പോഴേ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തെ അറിയാൻ പറ്റുകയില്ല, അല്ലെ? അതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നതും പൗലോസിന്റെ ലേഖനങ്ങൾ നമ്മൾ അതാ കാണുന്നതും. ദൈവത്തെക്കുറിച്ച് നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഫിലോസഫി ജ്ഞാനം കൊണ്ട് അവിശ്വാസികളായ ഒരുപാട് പേർക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചറിയാം. പക്ഷെ അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെടുന്നില്ല. അവർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ്, അവർ രക്ഷയിലേക്ക് നയിക്കപ്പെട്ട് കഴിഞ്ഞ് ദൈവത്തെ കൂടുതലായിട്ട് എങ്ങനെ അറിയാൻ പറ്റുന്നത്? ദൈവമായ ഒരു വ്യക്തിപരമായ ബന്ധത്തിലൂടെ അവർ മുന്നോട്ട് പോയാലേ ദൈവത്തെക്കുറിച്ച് അധികമായി അറിയാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ വായിച്ച് നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാൻ പറ്റും, ദൈവം ഇങ്ങനെയാണ്, യേശുക്രിസ്തു ആരാണ് എന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷെ ദൈവത്തെ അറിയണമെങ്കിൽ ദൈവമായ ഒരു അഭേദ്യമായ ബന്ധം നമുക്കുണ്ടാവണം. അതൊരു അനുദിന ബന്ധവുമായിരിക്കണം. ഒരിക്കലും ഒരു ബന്ധം സ്ഥാപിച്ച് പിന്നെ നമ്മൾ മാറിപ്പോകുക എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് പറഞ്ഞാൽ അതെന്നും നിലനിൽക്കുന്ന ഒരു ബന്ധമല്ലേ? അല്ലെങ്കിൽ വിവാഹം കഴിച്ചു, അന്നേരം ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഒപ്പിട്ടു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വാവ് പറഞ്ഞു, എന്നിട്ട് പിന്നെ നമ്മൾ ബന്ധമില്ലാതിരിക്കുമല്ലോ.
ആ ദിവസം മുതൽ നമ്മൾ ഒരു അഭേദ്യമായ ബന്ധം, ഒരു സ്നേഹബന്ധത്തിലൂടെ മുന്നോട്ട് പോകുന്നത്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ. അത് ഈ ലോകത്തിലെ ബന്ധമാണ്. അപ്പോൾ എത്ര അധികമായി നാം ദൈവത്തെ അറിയണം, അല്ലേ? നമ്മുടെ കാന്തനായ കർത്താവിനെ കുറിച്ച് അറിയണം, നമ്മളെ തിരഞ്ഞെടുത്ത ദൈവത്തെ പറ്റി അറിയണം, അല്ലേ? നമ്മളെ അനുദിനം നടത്തുന്ന പരിശുദ്ധാത്മാവിനെ പറ്റി നാം അറിയണം. അപ്പോൾ ദൈവമായ ഒരു അഭേദ്യമായ ബന്ധം നമുക്കുണ്ടാവണം. എങ്കിലേ നമുക്ക് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അറിയുവാൻ പറ്റുകയുള്ളൂ. ആ തിരഞ്ഞെടുപ്പിന്റെ വില നാം മനസ്സിലാക്കുകയുള്ളൂ. ദൈവത്തെ അറിയുന്നതിലൂടെ ദൈവം ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് നാം അറിയും, അല്ലെ? അപ്പോൾ ദൈവമായിട്ടൊരു അഭേദ്യമായ ബന്ധം വേണം. ആ ദൈവമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം എന്നെന്നും നിലനിൽക്കുന്ന ഒരു ബന്ധത്തിലൂടെ നാം ദൈവത്തെ അറിയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നാം അറിയും. അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നാം അറിയുമ്പോൾ അതിന്റെ പുറകിലുള്ള കാരണങ്ങളെപ്പറ്റി നാം അറിയും. അങ്ങനെ ആ കാരണങ്ങളെപ്പറ്റി നാം മനസ്സിലാക്കുമ്പോൾ നാം ദൈവത്തോട് കൂടെ നടക്കും, ആനോക്ക് നടന്നതുപോലെ. പിന്നെ സ്വയത്തിലല്ല നമ്മുടെ കാര്യം, ദൈവം നമ്മുടെ ഉള്ളിൽ വളരണം, അല്ലെ? കർത്താവ് നമ്മുടെ ഉള്ളിൽ വരണം. ഞാനോ കുറയണം, അവനോ വളരണം എന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നാം എത്തും. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ എത്തണമെങ്കിൽ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ നാം അറിയണം. അപ്പോൾ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. അവർ അവരുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുണ്ട്. പൗലോസിന് അത് അറിയുകയും ചെയ്യും. പൗലോസ് അതേക്കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ നാം ഓരോരുത്തരും, സഭയുടെ അംഗങ്ങളായ നാം ഓരോരുത്തരും നമ്മുടെ തിരഞ്ഞെടുപ്പിനെ നാം അറിയണം, നാം തിരിച്ചറിയണം, നമ്മുടെ തിരഞ്ഞെടുപ്പിനെ നാം മനസ്സിലാക്കണം. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് യുഗായുഗങ്ങൾക്ക് മുമ്പാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്ത ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്, നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ഒരു ഉദ്ദേശമുണ്ട്, അല്ലെ? ദൈവം നമ്മെ രക്ഷിച്ചതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവനീതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും നടക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നാം നടക്കണമെങ്കിൽ ദൈവത്തെ കൂടുതലായി നാം അറിയണം. ദൈവത്തെ കൂടുതലായി അറിയുന്നത് വ്യക്തിപരമായ ദൈവമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിലൂടെയാണ്. അങ്ങനെ ഒരു ബന്ധം നമുക്കുണ്ടോ എന്ന് നാം പരിശോധിക്കണം. ഇന്ന് രാവിലെ സമയം നമ്മുടെ പ്രാർത്ഥന ജീവിതം എങ്ങനെയാണ്, നമ്മുടെ ആരാധന എങ്ങനെയാണ്? ആരാധന എന്ന് ഞാൻ പറയുമ്പോൾ യോഗങ്ങൾക്ക് കൂടുകയോ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരികയോ ചെയ്യുന്ന മാത്രമല്ല ഞാൻ പറയുന്നത്, അതും ആരാധനയാണ്. എന്നാൽ ആരാധന എന്ന് നമുക്കറിയാം, റോമർ 12 നമ്മൾ കാണുന്ന പോലെ നമ്മുടെ ജീവിതം ഒരു ആരാധനയായിരിക്കണം. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ആരാധനയായിരിക്കണം. നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, മറ്റുള്ളവരുമായി നമ്മുടെ ബന്ധം, ഇവയൊക്കെ എങ്ങനെയായിരിക്കുന്നു എന്ന് നാം ശോധന ചെയ്യണം. നമ്മുടെ ആരാധന എങ്ങനെയാണ്, നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നാം എങ്ങനെയാണ്, മറ്റുള്ളവരുമായി നമ്മുടെ ബന്ധം എങ്ങനെയാണ്? ഇങ്ങനെ നാം അനുദിനം ശോധന ചെയ്ത് ദൈവത്തിൽ ഒരു പുതുക്കം പ്രാപിക്കണം. ആത്മാവിന്റെ പുതുക്കത്തിലായിരിക്കണം നാം നടക്കുന്നത്. നമുക്ക് കുറവുകൾ ഉണ്ടാകാം, കുറ്റങ്ങൾ ഉണ്ടാകാം, അത് സാധാരണമാണ്. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. അതൊക്കെയും പൗലോസ് തന്റെ ലേഖനങ്ങളിലും പറയുന്നുണ്ട്. അതൊക്കെ ഉണ്ടാകാം. എന്നാൽ അവ ശോധന ചെയ്ത് പരിശുദ്ധാത്മാവ് നമുക്ക് റിമൈൻഡർ നൽകി തരും. പരിശുദ്ധാത്മാവ് നമ്മുടെ കുറ്റങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ നാം മാനസാന്തരത്തിലേക്ക് പിന്നെയും തിരിച്ചു വരണം. നാം നമ്മുടെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. അതാണ് ഒരു വിശ്വാസിയെ പറ്റി, ഒരു ക്രിസ്ത്യാനിയെ പറ്റി, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്. സോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയണം. തെസ്സലോനിക്ക സഭയെ പറ്റി പൗലോസ് പറയുന്നതാണ്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ. പൗലോസിന് ഉറപ്പാണ് അവർ അറിയുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് അറിയുന്നുവല്ലോ എന്ന് പറയുന്നത്. നാമും നമ്മുടെ തിരഞ്ഞെടുപ്പിനെ പറ്റി അറിയണം. 5-ാം വാക്യം പറയുന്നത്, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. 6-ാം വാക്യം, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. പിന്നീട് നമ്മൾ എന്തോ വായിക്കുന്നത്? നമ്മൾ വായിക്കുന്ന 5-ാം വാക്യത്തില് ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, പിന്നെയോ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെയായിരുന്നു വന്നത്. ഈ 3 വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. അതായത് പൗലോസ് പ്രസംഗിച്ച സുവിശേഷം ശക്തിയോടുകൂടാണ് വന്നത്, പരിശുദ്ധാത്മാവോട് കൂടിയാണ് വന്നത്, ബഹുനിശ്ചയത്തോടു കൂടിയാണ് വന്നത്, അല്ലെ? അപ്പോൾ അതിന്റെ ഇംഗ്ലീഷിൽ പറയുന്നത് നോട്ട് ഓൺലി ഇൻ വേർഡ് ബട്ട് ഓൾസോ ഇൻ പവർ വിത്ത് ഫുൾ കൺവിക്ഷൻ. അപ്പോൾ പരിശുദ്ധാത്മ നിറവിലാണ് പൗലോസ് ദൈവവചനം പ്രസംഗിച്ചത്. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 17-ാം അധ്യായത്തിൽ പൗലോസ് അവരുമായിട്ട് തർക്കിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അപ്പോസ്തല പ്രവൃത്തി 17 പൗലോസ് 2-ാം വാക്യത്തിൽ പറയുന്നത്,
പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്നു 3 ശബ്ബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. നമുക്കറിയാം, അന്ന് പഴയ നിയമമേ ഉള്ളൂ, അന്ന് പുതിയ നിയമം എഴുതപ്പെട്ടിട്ടില്ലല്ലോ. പഴയ നിയമത്തിൽ നിന്നാണ് പൗലോസ് വാദിക്കുന്നത്. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് പൗലോസ് ഉയർത്തിയത്, അല്ലെ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി പൗലോസ് തെസ്സലോനിക്ക സഭയോട് പ്രസംഗിക്കുമ്പോൾ, അല്ലെ സുവിശേഷം അറിയിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി ധൈര്യത്തോടു കൂടിയാണ് ഈ വചനം പ്രസ്താവിച്ചത്. അതാണ് പൗലോസ് പറയുന്നത്, ഈ വചനം വന്നത്, ഈ സുവിശേഷം വന്നത് വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും, ഫുൾ ഓഫ് കൺവിക്ഷൻ. പൗലോസിന് അറിയാം ഇത് സത്യമാണെന്നുള്ളത്. ഈ തിരുവചനം എന്ന് പറയുന്നത് സത്യമാണെന്ന് പൗലോസിന് അറിയാം. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റ്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി മരിച്ചു, ഉയർത്തെഴുന്നേറ്റ്, ഉയരത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത് ബഹുനിശ്ചയത്തോടു കൂടിയാണ് പൗലോസ് തെസ്സലോനിക്ക സഭയോട് പ്രസംഗിച്ചത്. അതാണ് പൗലോസ് പറയുന്നത്, സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു. നമ്മളിപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 4:31 നമ്മൾ വായിക്കുന്നുണ്ട്, 4:31 വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി അവർ ധൈര്യത്തോടു കൂടി വചനം പ്രസംഗിച്ചു എന്നുള്ളത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കും. ആ ശക്തി ലഭിക്കുന്നതിനോടൊപ്പം നമുക്ക് വചനം പ്രസംഗിക്കാൻ ഒരു ധൈര്യവും ലഭിക്കും. അപ്പോൾ ഈ സുവിശേഷം വചനമായി മാത്രമല്ല, മറിച്ച് പരിശുദ്ധാത്മാവോടുകൂടി ബഹുനിശ്ചയത്തോടു കൂടെ ആയിരിക്കും നമ്മൾ പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വചനം ദൈവം ആഗ്രഹിക്കുന്ന പോലെ അത് സുവിശേഷം വചനമായി മാത്രമേ ചെല്ലുകയുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി നാം പ്രസംഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 4:31 പറയുന്ന പോലെ അവിടെ ധൈര്യം ഉണ്ടാവുന്നു. ധൈര്യത്തോടു കൂടി നാം ഈ സത്യത്തെ വെളിപ്പെടുത്തുക ചെയ്യുന്നത്, ഈ തിരുവചന സത്യത്തെ. അതാണ് പൗലോസും ചെയ്തത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടി ഇത് സത്യമാണെന്ന് പൗലോസ് തെളിയിച്ചു, അല്ലെ? അതല്ലേ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 17 വായിക്കുന്നത്. അവരോട് വാദിച്ചു. അവരോട് വാദിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇത് സത്യമാണെന്ന് പൗലോസിന് അറിയാം. പൗലോസിന്റെ ജീവിതത്തിൽ അത് തെളിഞ്ഞു. പൗലോസിന്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവം എന്ന് തെളിഞ്ഞു, അല്ലെങ്കിൽ ദൈവം തെളിയിച്ചു. അത് പൗലോസിന് മനസ്സിലായി. ദമസ്കോസിന്റെ പടിവാതിക്കൽ പൗലോസിന് ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത്, പൗലോസിന് മനസ്സിലായി യേശു ക്രിസ്തുവാണ് ദൈവം എന്നുള്ളത്. യേശു ക്രിസ്തുവാണ് ലോകത്തിന്റെ ഏക രക്ഷിതാവ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണെന്ന് പൗലോസിന് മനസ്സിലായി. ആ സത്യം പരിശുദ്ധാത്മാവിലൂടെയാണ് പൗലോസ് മനസ്സിലാക്കിയത്. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി തെസ്സലോനിക്ക സഭയിലേക്ക് ഈ സുവിശേഷം എത്തിക്കുമ്പോൾ വചനമായി മാത്രമല്ല, മറിച്ച് പരിശുദ്ധാത്മാവോടും ശക്തിയോടും ബഹുനിശ്ചയത്തോടും കൊണ്ടാണ് പൗലോസ് ഈ സുവിശേഷം എത്തിച്ചത്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിന്റെ കൂടെ നമ്മൾ ഇപ്പം ഗലാത്യ ലേഖനം 5-ാം വാക്യമൊക്കെ 5-ാം അധ്യായമൊക്കെ വായിക്കുവാണെങ്കിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് അപ്പൊ ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന റോമർ 1:16. നമുക്കറിയാം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന യവൻ ആദ്യം യഹൂദനും പിന്നെ യവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. അപ്പം ഈ രക്ഷ എന്ന് പറയുന്നത് ദൈവശക്തിയാണ്, സുവിശേഷം എന്ന് പറയുന്നത് ദൈവശക്തിയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഡൈനമേ, അതേ സെയിം മൂലഭാഷയിലെ പദമാണ് റോമർ 1:16 ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രക്ഷ എന്ന് പറയുന്നത് നമുക്ക് ദൈവശക്തിയാണ്, അല്ലെ? രക്ഷ എന്ന് പറയുന്നത് ദൈവശക്തിയാണെന്ന് നാം മനസ്സിലാക്കണം. നാം രക്ഷിക്കപ്പെടുന്നത് ദൈവശക്തി കൊണ്ടാണ്. ദൈവശക്തിയാണ് അവിടെ വെളിപ്പെടുന്നത്. ഇവർക്കും ഈ രക്ഷ വെളിപ്പെട്ടത് ദൈവശക്തിയിലൂടെയാണ്. ഈ രക്ഷ എന്ന് പറയുന്നത് ശക്തിയിലൂടെയാണ് വെളിപ്പെട്ടത്. ആ ദൈവശക്തി പരിശുദ്ധാത്മാവിലൂടെയാണ് അവർക്ക് ലഭിക്കുന്നത്. നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് ആ ശക്തി ലഭിക്കുന്നത്. അതുപോലെ ഗലാത്യർ 3:5 പറയുന്നത്, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന് പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ റോമർ 15:18-19 വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് പ്രവർത്തിച്ചല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. അപ്പോൾ നമ്മൾ പെന്തിക്കോസ്തുകാരാണ്, നമ്മൾ കൃപാവരങ്ങളിൽ നാം വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ സുവിശേഷം നാം പറയുമ്പോൾ ചിലപ്പോൾ അത്ഭുതങ്ങൾ നടക്കും, ചിലപ്പോൾ അടയാളങ്ങൾ നടക്കും. ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ച് ഓരോ ഉദ്ദേശമാണ്, അല്ലെ? ചില സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ദൈവം അത് ആ പ്രസംഗത്തിലൂടെ ചിലപ്പോൾ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കും. ചിലടത്ത് അടയാളങ്ങൾ നടക്കും, ചിലയിടത്ത് അത്ഭുതങ്ങൾ നടക്കും, ചിലടത്ത് പരിശുദ്ധാത്മ ശക്തിയാൽ വചനം ധൈര്യത്തോടെ പ്രസംഗിക്കുക മാത്രം ചെയ്താൽ ചിലപ്പോൾ രക്ഷ നടക്കും. അപ്പൊ ദൈവത്തിന് ഓരോ പ്ലാന് ഓരോ സ്ഥലത്തും, എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണമെന്നില്ല രക്ഷ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ വേദപണ്ഡിതന്മാർ പറയുന്നത് തെസ്സലോനിക്ക സഭയിൽ കൃപാവരങ്ങളും വെളിപ്പെട്ടിരുന്നു, കൊരിന്ത്യ സഭയിൽ കൃപാവരങ്ങൾ വെളിപ്പെട്ടിരുന്നു. ചില സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെയാണ് തെളിയിക്കപ്പെട്ടത്. ശക്തിയോടും കൂടെ,
അല്ലെങ്കിൽ സുവിശേഷം വചനമായി മാത്രമല്ല, മറിച്ച് ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. ചിലപ്പോൾ കൃപാവരങ്ങളിലൂടെ ദൈവം അത് കൺഫേം ചെയ്യും, ആ രക്ഷയുടെ ദൂത് സത്യമാണെന്നുള്ളത്. എന്നാൽ ഈ വാക്യം എടുത്തിട്ട് മറ്റു രീതിയിൽ പ്രസംഗിക്കുന്നവരുമുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, വചനമായി മാത്രമല്ല എന്ന് പറയുമ്പോൾ ശക്തി മതി എന്ന് പറഞ്ഞാൽ നമ്മൾ കൃപാവരങ്ങളെ അതിനെ അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ വചനം വേണ്ട, ശക്തി മതി എന്ന് പറഞ്ഞാൽ നമ്മൾ കൃപാവരങ്ങൾ മാത്രം മതി എന്ന് പറയുന്ന, അങ്ങനെ ആ ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകുന്നത് വളരെ തെറ്റാണ്. അങ്ങനെയല്ല പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും കൂടെ വന്നെന്ന് പറഞ്ഞാൽ അതൊരു ബാലൻസ് ആണ്. രണ്ടും ഒരുമിച്ചാ പോകുന്നത്. പ്രത്യേകിച്ച് കൃപാവരങ്ങൾ വിശ്വസിക്കുന്ന ജനം എന്ന നിലയിൽ നാം ഇത് മനസ്സിലാക്കേണ്ടത്, വചനത്തിന് ശക്തിയുണ്ട്, അല്ലെ? ഈ വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനം റോമർ 1:14 നമ്മൾ വായിച്ച പോലെ രക്ഷ ദൈവശക്തി ആകുന്നുവല്ലോ. അപ്പോൾ ഇതിൽ ശക്തിയുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ ഈ ശക്തി ദൈവം തെളിയിക്കുന്നത് കൃപാവരങ്ങളിലൂടെ ആകാം, അത്ഭുതങ്ങളിലൂടെ ആകാം, അടയാളങ്ങളിലൂടെ ആകാം, വീര്യപ്രവൃത്തിയിലൂടെ ആകാം. അതും നടക്കാം. അത് ചിലപ്പോൾ നടക്കാതിരിക്കാം, ചിലപ്പോൾ നടക്കാം. ദൈവമാണ് തീരുമാനിക്കുന്നത് എങ്ങനെ നടത്തണമെന്നുള്ളത്. ആത്യന്തികമായി ആത്മാക്കളുടെ രക്ഷയാണ് ദൈവത്തിന് വേണ്ടത്. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആത്മാക്കളുടെ രക്ഷ സംഭവിക്കുവാൻ വേണ്ടി ദൈവം ചിലപ്പോൾ അടയാളങ്ങൾ നടത്തും, അത്ഭുതങ്ങൾ ചിലപ്പോൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടത്തും. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത്, ഈ വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനം നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ഈ വചനം പ്രസംഗിക്കുമ്പോൾ അവിടെ ശക്തിയുണ്ട്. അതാണ് നാം അപ്പോസ്തല പ്രവൃത്തി 4:31 വായിക്കുന്നത്. വചനം ധൈര്യമായി പ്രസംഗിക്കുവാൻ പറ്റും. എങ്ങനെ? പരിശുദ്ധാത്മാവിൽ നാം നിറഞ്ഞവരായി. അപ്പോൾ നമ്മൾ ഈ വചനം പ്രസംഗിക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായാണ് നാം പ്രസംഗിക്കേണ്ടത്. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ശക്തിയോടും ബഹുനിശ്ചയത്തോടും കൂടെ ഈ സുവിശേഷം വചനമായി മാത്രമല്ല, രക്ഷയ്ക്കായി ഭവിക്കുക തന്നെ ചെയ്യും. അതാണ് തെസ്സലോനിക്ക സഭയിൽ സംഭവിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. ഇതെല്ലാം ഒരുമിച്ച് പോകണം, ഒരുപോലെ പോകണം, പാരലായിട്ട് പോകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവസഭയിൽ ദൈവവചനം, സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ധൈര്യത്തോടെ നാം വചനം പ്രസംഗിക്കണം. അങ്ങനെ ധൈര്യത്തോടെ വചനം പ്രസംഗിക്കുമ്പോൾ, ബഹുനിശ്ചയത്തോടു കൂടി വചനം പ്രസംഗിക്കുമ്പോൾ, വചനം ഒരാളുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി ദൈവാത്മാവിൽ നടത്തപ്പെട്ടവളായി രക്ഷയിലേക്ക് കടന്നു വരും. അങ്ങനെയാണ് തെസ്സലോനിക്ക സഭയിൽ അവർ ദൈവത്തിൽ വിശ്വസിച്ചത്. അതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. എന്നിട്ട് 6-ാം വാക്യം, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അടുത്ത ഗുണം എന്ന് പറയുന്നത്, അവർ വചനത്തെ കൈക്കൊണ്ടു. ദൈവസഭ വചനത്തെ കൈക്കൊള്ളണം. ഇന്ന് വചനത്തെ കൈക്കൊള്ളാത്ത സഭകളാണ് ഭൂരിഭാഗം സഭകൾ. ആർക്കും വചനം വേണ്ട. ഈ ദൈവവചനം ഇത് ഡ്രൈ ആണ്, ഇത് ഉണങ്ങിയ ഇതൊക്കെ എന്തിനാ ഇതൊന്നും ആവശ്യമില്ല, നമുക്ക് ശക്തിയാണ് വേണ്ടതെന്ന് പറഞ്ഞ് മറ്റ് വേണ്ടാത്ത വചനത്തിൽ പറയാത്ത കാര്യങ്ങളൊക്കെയാണ് സഭ ഇന്ന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം ഇന്ന് രാവിലെ മനസ്സിലാക്കേണ്ട, ഈ വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനത്തിന്റെ ശക്തി നാം മനസ്സിലാക്കിയാൽ നമ്മൾ ഈ വചനത്തെ കൈക്കൊള്ളും. അങ്ങനെ കൈക്കൊള്ളുന്ന സഭകളായിരിക്കണം ദൈവസഭകൾ, അല്ലെങ്കിൽ അങ്ങനെ കൈക്കൊള്ളുന്ന ഒരു സഭയായിരിക്കണം ദൈവസഭ. എനിക്കറിയാം, NLG സഭ അങ്ങനെ ഒരു സഭയാണ്. അതിൽ ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുന്നു. അപ്പൊ അതാണ് തെസ്സലോനിക്ക സഭയിൽ നാം പഠിക്കുന്നത്. പൗലോസ് പ്രസംഗിച്ച സുവിശേഷം അവർ സ്വീകരിച്ചു. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും സുവിശേഷം സ്വീകരിച്ചതിലൂടെ അവർ കർത്താവിനും അപ്പോസ്തലന്മാർക്കും അനുകാരികളായി തീർന്നു. അതിലെ നമ്മൾ കാണുന്നത്, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. പൗലോസ് മറ്റ് ലേഖനങ്ങൾ എഴുതുമ്പോൾ, കൊരിന്ത്യർ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങൾ എന്നെ അനുകരിപ്പീൻ. എന്തുകൊണ്ടാണ്? കർത്താവിനെ ഞാൻ അനുകരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അനുകരിപ്പീൻ എന്ന് പൗലോസിന് ധൈര്യത്തോടെ പറയാൻ പറ്റുന്നത്. അങ്ങനെ ദൈവത്തെ അനുകരിക്കുന്നവരായിരിക്കണം ദൈവസഭയിലെ നാം ഓരോരുത്തരും. ദൈവസഭയുടെ അംഗങ്ങളായ നാം ഓരോരുത്തരും ദൈവത്തെ അനുകരിക്കുന്നവരായി തീരണം. എങ്ങനെ നമ്മൾ അനുകരിക്കുന്നത്? വചനം കൈക്കൊള്ളുന്നതിലൂടെ. ദൈവവചനം, ഈ തിരുവചനം, ഈ തിരുവചന സത്യം നാം അംഗീകരിക്കുന്നതിലൂടെ, നാം വിശ്വസിക്കുന്നതിലൂടെ, ഈ വചനം നമ്മൾ കൈക്കൊള്ളുന്നതിലൂടെ നാം ദൈവത്തിന് അനുകാരികളായി തീരുക ചെയ്യുന്നത്. അപ്പോൾ തെസ്സലോനിക്ക സഭ പൗലോസ് പ്രസംഗിച്ച സുവിശേഷം സ്വീകരിച്ചു. ആ സുവിശേഷം സ്വീകരിച്ച് അവരെന്തുവാ ചെയ്തത്? അവർ ദൈവത്തിന് അനുകാരികളായി തീർന്നു. അത് മാത്രമല്ല, അവരെ നടത്തിയ ലീഡേഴ്സിനെ അവർ ബഹുമാനിക്കുകയും കൂടെ ചെയ്തത്. അതായത് പൗലോസാണ് പ്രസംഗിച്ചത്, നമുക്കറിയാം. പൗലോസ് പ്രസംഗിച്ച സുവിശേഷം സ്വീകരിക്കുന്നതോടെ അവർ പൗലോസിനെയും കൂടെ ബഹുമാനിക്കുന്നത്. അപ്പം പൗലോസിന്റെയും അനുകാരികളായി തീരുകയാണ് ചെയ്യുന്നത്. വിശുദ്ധന്മാരുടെ അനുകാരികളായി തീർന്നു. ദൈവത്തെ അനുകരിച്ചു. അതിന്റെ കൂടെ തന്നെ ദൈവത്തെ അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിച്ച പൗലോസിനും അനുകാരികളായി തീരുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആയിരിക്കണം ദൈവസഭ.
നാം ദൈവത്തിന് അനുകാരികളായി തീരണം. അല്ലേ? നമ്മൾ രക്ഷയുടെ സുവിശേഷം അറിയിക്കുന്നവർക്ക് അനുകാരികളായി തീരണം നാം. അവർ ദൈവകൃപയിൽ മുഴുവനായി നിലനിൽക്കുന്നവരാണെങ്കിൽ നാം അവർക്ക് അനുകാരികളായി തീരണം. അതിനപ്പുറം ദൈവത്തിന് അനുകാരികളായി തീരണം. ദൈവത്തിന്റെ അനുകാരികളായിരിക്കണം. നമ്മൾ ദൈവത്തെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു സഭയായിരിക്കണം. നമ്മൾ കേട്ടിട്ടില്ലേ, പലരും അവിശ്വാസികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം ശരിയാണ്, പക്ഷെ നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങളുടെ പ്രസംഗമേ ഉള്ളൂ, നിങ്ങൾക്ക് പ്രവൃത്തിയില്ല. മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിലൂടെ തെളിയിക്കണം. അങ്ങനെയുള്ള സാക്ഷ്യമുള്ള സഭയായിരിക്കണം നാം ഓരോരുത്തരും. ദൈവസഭ അങ്ങനെ ആയിരിക്കണം. അതാണ് തെസ്സലോനിക്ക സഭയിൽ നമ്മൾ കാണുന്നത്. അവരുടെ വിശ്വാസം പ്രവൃത്തിയും ഒരുപോലെ പോയി. അങ്ങനെ അവർ ദൈവത്തിന് അനുകാരികളായിത്തീർന്നു, അവർ വചനം കൈക്കൊണ്ടതിലൂടെ. അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത്, നിങ്ങളുടെ അടുക്കൽ അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും അക്കായിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയയിലും അക്കായിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യമില്ല. അപ്പോൾ ഇവരുടെ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പടർന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പ്രസിദ്ധമായി തീർന്നു. മൂലഭാഷയിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, അതിന് തത്തുല്യമായ വാക്കെന്ന് പറഞ്ഞാൽ മുഴങ്ങുന്ന കാഹളം പോലെ, അല്ലേ? ട്രംപറ്റ്. ആ കാഹളം പോലെ അവരുടെ വിശ്വാസം പ്രസിദ്ധമായി. അത് അവര് പരസ്യയോഗം നടത്തി മാത്രമല്ല, അങ്ങനെ ചിന്തിക്കരുത്. അവരുടെ വിശ്വാസം പ്രസിദ്ധമായ അവരുടെ പ്രവൃത്തിയിലൂടെയാണ്, അവരുടെ ജീവിതത്തിലൂടെയാണ് അവരുടെ വിശ്വാസം പ്രസിദ്ധമായത്. അഖായയിലും നമ്മൾ മുമ്പേ വായിച്ചതുപോലെ മക്കദോനിയയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയാൻ ആവശ്യമില്ല. അതായത് പൗലോസിനൊന്നും പറയേണ്ട ആവശ്യമില്ല തെസ്സലോനിക്ക സഭയെ പറ്റി. കാരണം അതുപോലെ അവരുടെ വിശ്വാസം പ്രസിദ്ധമായി, അവരുടെ പ്രവൃത്തിയിലൂടെ അവരുടെ വിശ്വാസം പ്രസിദ്ധമായി. ദൈവത്തിങ്കിലുള്ള അവരുടെ വിശ്വാസം, വചനം പ്രമാണിക്കുന്നതിലൂടെ അവരുടെ വിശ്വാസം, ദൈവത്തിന് അനുകാരികളായി തീർന്നതിലൂടെ അവരുടെ വിശ്വാസം, വചനം കൈക്കൊണ്ടതിലൂടെ അവരുടെ വിശ്വാസം മറ്റുള്ള പ്രദേശങ്ങളിൽ അനുകരണമായി തീർന്നു, അല്ലെ മറ്റുള്ള പ്രദേശങ്ങളിൽ പ്രസിദ്ധമായിരുന്നു. അങ്ങനെയായിരിക്കണം ദൈവസഭ. തെസ്സലോനിക്ക സഭ പോലെ നമ്മുടെ വിശ്വാസം മറ്റുള്ള ദേശങ്ങളിൽ പ്രസിദ്ധമായിരിക്കുന്നു എന്ന് നാം ചിന്തിക്കണം. മറ്റുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ഈ സഭ, ഇവരുടെ വിശ്വാസം വളരെ അധികം, അവരുടെ വിശ്വാസം, അവരുടെ പ്രവൃത്തിയും ഒരുപോലെ പോകുന്നു. അവരുടെ ദൈവത്തിങ്കിലുള്ള വിശ്വാസം അനുകരണീയമാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവൃത്തിയും. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കാഹളം മുഴക്കുന്നത് പോലെയാണ് അവരുടെ വിശ്വാസം മറ്റുള്ളവർക്ക് പ്രസിദ്ധമായി തീർന്നത്. അവരുടെ വിശ്വാസം അങ്ങനെ അവർ പ്രസിദ്ധമാക്കി. എങ്ങനെ? അവരുടെ പ്രവൃത്തികളിലൂടെ അവർ പ്രസിദ്ധമാക്കി. അപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പിൽ നിന്ന് നാം അറിയണം, നമ്മുടെ വിശ്വാസം പ്രസിദ്ധമായിരിക്കണം, നാം വചനം കൈക്കൊള്ളണം. അങ്ങനെ സുവിശേഷീകരണത്തിലേക്ക് അത് നയിക്കപ്പെടണം. അല്ലെ? അവരുടെ വിശ്വാസം പ്രസിദ്ധമായത് അവരുടെ പ്രവൃത്തിയിലൂടെ മാത്രമല്ല, അതിലൂടെ പ്രധാനമായും അവരുടെ സൽപ്രവൃത്തിയിലൂടെയാണ് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് മറ്റുള്ളവർ അറിഞ്ഞത്. അതിന്റെ കൂടെ തന്നെ സുവിശേഷീകരണവും അവർ നടത്തി. അവർ സുവിശേഷം പ്രസംഗിച്ചു. അവരറിഞ്ഞ സുവിശേഷം, നിർമ്മലമായ സുവിശേഷം, ആ കൃപയുടെ സുവിശേഷം മറ്റുള്ളവരെ അറിയിച്ചു. അങ്ങനെ സുവിശേഷീകരണത്തിൽ വ്യാപൃതരായ ഒരു സഭയായിരുന്നു ഈ തെസ്സലോനിക്ക സഭ. അങ്ങനെയുള്ള സഭയായിരിക്കണം നമ്മുടെ സഭയും. നമ്മൾ ഓരോരുത്തരും അതിൽ വ്യാപൃതരായിരിക്കണം. നമ്മൾ എവിടെയായിരിക്കുന്നു അവിടെ നാം സുവിശേഷീകരണത്തിൽ വ്യാപൃതരായിരിക്കണം. അതാണ് നാം തെസ്സലോനിക്ക സഭയെ പറ്റി പഠിക്കുന്നത്. അല്ലെ? അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. വിശ്വാസം എങ്ങനെ പ്രസിദ്ധമായത്? സുവിശേഷീകരണത്തിലൂടെ അവരുടെ സൽപ്രവൃത്തിയിലൂടെയാണ് അവരുടെ വിശ്വാസം പ്രസിദ്ധമായത്. അവസാനമേ 9-10, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാൻ നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നുവെന്നും അവർ തന്നെ പറയുന്നു. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ ഒരു ജാതീയമായ പശ്ചാത്തലത്തിൽ നിന്നാണ് ഇവർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. അപ്പൊ ഇവർ വിഗ്രഹങ്ങളെ സേവിച്ചിരുന്ന ജാതീയരായ അവിശ്വാസികളായിരുന്നു ഈ തെസ്സലോനിക്ക സഭയിലെ ഭൂരിഭാഗവും. ആ വിഗ്രഹങ്ങളെ വിട്ട് സത്യദൈവത്തെ സേവിക്കുവാൻ അവർ ഇറങ്ങിത്തിരിച്ചു. അതിനെയാണ് പൗലോസ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അതാണ് പൗലോസ് പറയുന്നത്, തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിക്കുന്ന യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്നും അവർ തന്നെ പറയുന്നു. അതായത് നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവരിൽ പ്രസിദ്ധമാണ്, മറ്റുള്ള ദേശങ്ങളിൽ പ്രസിദ്ധമാണ്. നിങ്ങൾ എങ്ങനെയാണ് വിഗ്രഹങ്ങളെ വിട്ട് ഈ സത്യ ദൈവത്തിങ്കിലേക്ക് വന്നതുള്ളത് അവർക്കറിയാം. അവരുടെ വിശ്വാസം അത്രത്തോളം പ്രസിദ്ധമായിരുന്നു. അല്ലേ? അവരുടെ വിശ്വാസം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സുവിശേഷീകരണത്തിലൂടെ പ്രസിദ്ധമായിരുന്നു. അതിന്റെ കൂടെ തന്നെ സൽപ്രവൃത്തികളിലൂടെ അവരുടെ വിശ്വാസം പ്രസിദ്ധമായിരുന്നു.
ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും. അപ്പോൾ പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തിനെ പറ്റിയുള്ള ഒരു ഗ്ലിംസ് ആണ് ഇവിടെ പറയുന്നത്. എന്താണ് പൗലോസ് പ്രസംഗിച്ചത്? കർത്താവായ യേശുക്രിസ്തു മരിച്ചുവെന്നും മരിച്ചവരിൽ നിന്ന് ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചുവെന്നും ഇനിയും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കും. എന്തോ ആ ഉദ്ദേശിക്കുന്നത്? ന്യായവിധിയെ പറ്റിയാണ് പൗലോസ് പറയുന്നത്. അതായത് കർത്താവിന്റെ രണ്ടാം വരവിൽ നാം എടുക്കപ്പെടുന്നതിലൂടെ വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെ? കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ നാം എടുക്കപ്പെടും. അങ്ങനെ നാം കർത്താവിനോട് ചേർക്കപ്പെടും. അങ്ങനെ ചേർക്കപ്പെടുന്നതിലൂടെ എന്തോ നമുക്ക് സംഭവിക്കും? നമ്മൾ വരുവാനുള്ള കോപത്തിൽ, ന്യായവിധിയിൽ നാം രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം നാം കർത്താവിൽ അർപ്പിച്ച വിശ്വാസം കാരണം. അത് മാത്രമാണ് കാരണം. കർത്താവിൽ നാം അർപ്പിച്ച വിശ്വാസം കാരണമാണ് നാം ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ദൈവം നമ്മെ നീതീകരിച്ചതിലൂടെയാണ് നാം ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പോൾ വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു, കർത്താവായ യേശു ക്രിസ്തു തന്റെ മണവാട്ടി സഭയെ വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിക്കും. രക്ഷിക്കപ്പെട്ട കൂട്ടമായ മണവാട്ടി സഭയെ വരുവാനുള്ള കോപത്തിൽ, അല്ലെങ്കിൽ വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് വിടുവിക്കുന്നവനായ ഒരു യേശുവിനെയാണ് പൗലോസ് ഇവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ പൗലോസ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. യേശു അങ്ങനെയുള്ള ഒരു യേശു കർത്താവിനെയാണ്. ആ കർത്താവിനെയാണ് അവർ വിശ്വാസത്തിലൂടെ സ്വീകരിച്ചത്. കൃപയാൽ അല്ലോ അവർക്ക് വിശ്വാസം മൂലം രക്ഷിക്കപ്പെടാൻ കാരണമായി തീർന്നത്. ആ കൃപ തെസ്സലോനിക്ക സഭയ്ക്ക് ലഭിച്ചു. പൗലോസിന്റെ പ്രസംഗത്തിലൂടെ ആ കൃപ ദൈവം അവർക്ക് നൽകി. ആ കൃപയിലൂടെ അവർ വിശ്വാസത്തിലേക്ക് നയിക്കപ്പെട്ടു. അങ്ങനെ വിശ്വാസത്തിലൂടെ നയിക്കപ്പെട്ട തെസ്സലോനിക്ക സഭ ഇനിയും വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിക്കുന്നതിന്റെ ഭാഗമായി കർത്താവ് വീണ്ടും വരുമ്പോൾ എടുക്കപ്പെടും. അതാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ആ വിടുവിക്കുന്നവനായ യേശുവിൽ വിശ്വസിച്ചാണ് അവർ ഈ രക്ഷയിലേക്ക് കടന്നു വന്നത്, വിഗ്രഹാരാധന വിട്ട്. അപ്പോൾ അവരെ പ്രകീർത്തിക്കുക പൗലോസ് ഈ വാക്യത്തിലൂടെ ചെയ്യുന്നത്. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ടു വന്നു ഈ സത്യദൈവത്തെ സേവിപ്പാൻ. ആ വിശ്വാസം മറ്റുള്ള ദേശങ്ങളെല്ലാം പ്രസിദ്ധമാണ്. അപ്പോൾ അവരുടെ വിശ്വാസം കാരണം അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞു. അവരുടെ സ്നേഹം മാതൃകാപരവും ഉത്സാഹഭരിതരുമായ ഒരു സ്നേഹമാണ് അവർ പ്രകടിപ്പിച്ചത്. അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരാക്കി തീർത്തു അവരെ, അല്ലെ? അപ്പോൾ നാം ഇത് മൂന്നും കണക്ട് ചെയ്യണം. അവരുടെ വിശ്വാസം, സ്നേഹം, പ്രത്യാശ. അവരുടെ വിശ്വാസം കാരണമാണ് അവർ വിഗ്രഹാരാധന വിട്ട് അവർ സത്യദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞത്. അവരുടെ സ്നേഹം എന്ന് പറയുന്നത് അവരെ മാതൃകാപരവും ഉത്സാഹഭരിതരുമായ ഒരു സഭയാക്കി തീർത്തു അവരെ. പിന്നീട് എന്തുവാ? അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിന്റെ രണ്ടാം വരവിനുള്ള കാത്തിരിക്കുന്ന ഒരു സഭയാക്കി അവരെ തീർത്തു. അപ്പോൾ ഇത് നാം കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു മാതൃകാപരമായ സഭയായിരുന്നു ഈ തെസ്സലോനിക്ക സഭ എന്ന് പറയുന്നത്. അപ്പോൾ ഉപസംഹാരമായി ഞാൻ നിർത്തുകയാണ്. ഉപസംഹാരമായി നമ്മൾ ഇന്ന് പഠിച്ചത് ആരോഗ്യകരമായ സഭയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? നമ്മൾ കണ്ടു അവർ വിശ്വാസത്തിന്റെ വേല ചെയ്യുന്നവരായിരുന്നു. വിശ്വാസം മാത്രമല്ല, വിശ്വാസം നിമിത്തമായി സൽപ്രവൃത്തികളിൽ ഏർപ്പെട്ട ഒരു സഭയായിരുന്നു തെസ്സലോനിക്ക സഭ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ കണ്ടത് സ്നേഹപ്രയത്നത്തിൽ ഏർപ്പെട്ടവരായിരുന്നു. ദൈവത്തോടുള്ള സ്നേഹം അവരുടെ ജീവിതത്തിലൂടെ, അവരുടെ പ്രവൃത്തിയിലൂടെ അവർ തെളിയിച്ചു. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ, വിശ്വാസികളെ മാത്രമല്ല അവിശ്വാസികളെ മറ്റുള്ളവരെ എല്ലാം സ്നേഹിക്കുന്നതിലൂടെ തങ്ങളുടെ സ്നേഹം അവർ പ്രയത്നത്തിലൂടെ തെളിയിച്ചു. പിന്നീട് നമ്മൾ എന്തോ കണ്ടേ? പ്രത്യാശയുടെ സ്ഥിരത മുറുകെ പിടിച്ച ഒരു സഭയായിരുന്നു ഇത്, അല്ലെ? എങ്ങനെയാ അത് മനസ്സിലാക്കുന്നത്? അവർക്ക് ദൈവത്തിങ്കിലുള്ള പ്രത്യാശ കാരണം സ്ഥിരതയിൽ അവർ മുന്നോട്ട് പോയത്. അതായത് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും എന്നുള്ള പ്രത്യാശ അവർക്കുണ്ടായിരുന്നുകൊണ്ട് പ്രത്യാശയുടെ സ്ഥിരതയിൽ മുറുകെ മുന്നോട്ട് പോയ ഒരു സഭയായിരുന്നു തെസ്സലോനിക്ക സഭ. പിന്നീട് നമ്മൾ എന്തോ കണ്ടത്? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭയായിരുന്നു, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ അറിയണം എന്നുള്ളത്. വിശുദ്ധിയിൽ നടക്കണം ദൈവം എന്ന് അവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? കാരണം ദൈവം അവരെ തിരഞ്ഞെടുത്തത് കൊണ്ട്. പിന്നീട് നമ്മൾ കണ്ട് വചനം സ്വീകരിച്ച ഒരു സഭയായിരുന്നു ഈ തെസ്സലോനിക്ക സഭ. വചനം സ്വീകരിക്കുന്ന ഒരു സഭയായിത്തീരണം നമ്മൾ ഓരോരുത്തരും, അല്ലെ? നമ്മുടെ സഭകളെല്ലാം വചനം കൈക്കൊള്ളുന്ന സഭകളായിത്തീരണം. അതിനുള്ള മാതൃകയാണ് ഈ തെസ്സലോനിക്ക സഭ. വചനത്തെ അവർ കൈക്കൊണ്ടു. സുവിശേഷം ശക്തിയോടുകൂടി അവർക്ക് കിട്ടിയപ്പോൾ അവർ സുവിശേഷത്തെ സ്വീകരിച്ചു, നിശ്ചയത്തോടുകൂടി സ്വീകരിച്ചു. വചനം അവർ കൈക്കൊണ്ടു. പിന്നീട് നമ്മൾ എന്തോ കണ്ടേ? കർത്താവിന് അനുകാരികളായി തീർന്ന ഒരു സഭയായിരുന്നു ഈ തെസ്സലോനിക്ക സഭ. പിന്നീട് നമ്മൾ കണ്ടത് അവരുടെ വിശ്വാസം പ്രസിദ്ധമാക്കിയതിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയായി തീർന്ന ഒരു സഭയായിരുന്നു ഈ തെസ്സലോനിക്ക സഭ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ കണ്ടു കർത്താവിന് വേണ്ടി ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നൊരു സഭയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വിഗ്രഹാരാധനയിൽ നിന്നൊക്കെ വന്ന കുടുംബങ്ങളുള്ള ഒരു സഭയായിരുന്നു ഈ തെസ്സലോനിക്ക സഭ. പ്രത്യേകിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത് ഭാര്യമാര് കർത്താവിനെ സ്വീകരിച്ചു, പക്ഷെ ഭർത്താക്കന്മാർ ഇപ്പോഴും വിഗ്രഹാരാധനയിൽ തുടരുന്ന
കുടുംബങ്ങൾ ഉണ്ടായിരുന്ന ഒരു സഭയെ തെസ്സലോനിക്ക സഭ. അങ്ങനെ ഭാര്യമാർക്ക് അനവധി പീഡനം അവിശ്വാസികളായ ഭർത്താക്കന്മാരിൽ നിന്ന് നേരിടേണ്ടി വന്ന കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ഈ തെസ്സലോനിക്ക സഭയിൽ. അതായത് ഭർത്താവ് അവിശ്വാസിയും ഭാര്യ വിശ്വാസിയുമായിരുന്നു. അങ്ങനെ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്ന ഒരു ജനതയുള്ള സഭയായിരുന്നു ഈ തെസ്സലോനിക്ക സഭ. പക്ഷേ അവരെന്തിനാ ചെയ്തത്? കർത്താവിന് വേണ്ടിയാണ് കഷ്ടം സഹിച്ചത്. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് അവർക്ക് സന്തോഷമായിരുന്നു. ആ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തിയിരുന്നു. കാരണം എന്താ? അവർക്ക് വരുവാനുള്ള ഒരു കൃപ, അതായത് കർത്താവായ യേശുക്രിസ്തു വീണ്ടും എത്രയും പെട്ടെന്ന് വന്ന് അവരെ ചേർത്തുകൊള്ളും എന്നുള്ള പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ കർത്താവിന്റെ വരവിൽ അവരെടുക്കപ്പെടുമെന്നുള്ള പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിൽ അവർ ഈ ബഹുകഷ്ടം സഹിച്ചത്. കർത്താവിന് വേണ്ടിയാണ് അവർ ഈ കഷ്ടം സഹിച്ചത്. അങ്ങനെ കഷ്ടം അനുഭവിച്ച ഒരു സഭയായിരുന്നു ഈ തെസ്സലോനിക്ക സഭ. അവസാനമായി നമ്മൾ കണ്ടത് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു സഭയായിരുന്നു തെസ്സലോനിക്ക സഭ. അതിന് തെളിവെന്താണ്? അവർ വിശുദ്ധിയിൽ വ്യാപൃതരായി, വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും നടക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു സഭയായിരുന്നു. ഇങ്ങനെ 9 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. ഒന്നുകൂടെ ഞാൻ പറയും: വിശ്വാസത്തിന്റെ വേല ചെയ്യുന്ന സഭ, സ്നേഹപ്രയത്നത്തിൽ ഏർപ്പെട്ട ഒരു സഭ, പ്രത്യാശയുടെ സ്ഥിരത മുറുകെ പിടിച്ച ഒരു സഭ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി എന്ന തിരിച്ചറിവുണ്ടായിരുന്ന ഒരു സഭ, വചനം സ്വീകരിച്ച ഒരു സഭ, കർത്താവിന് അനുകാരികളായി തീർന്ന ഒരു സഭ, തങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമാക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയായി തീർന്ന ഒരു സഭ, കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ച ഒരു സഭ, കർത്താവിന്റെ വരവിനായി കാത്തിരുന്ന ഒരു സഭയാണ് തെസ്സലോനിക്ക സഭ. അങ്ങനെ ഈ 9 ലക്ഷണങ്ങൾ ഉള്ള ഒരു സഭയായിരുന്നു തെസ്സലോനിക്ക സഭ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സഭയും തെസ്സലോനിക്ക സഭയെ ഒരു മോഡലായി എടുത്ത് കർത്താവിന് വേണ്ടി കർത്താവിന്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്ന ഒരു സഭയായിരിക്കണം. പ്രത്യേകിച്ച് വിശ്വാസത്തിന്റെ വേല, സ്നേഹപ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത ഉളവാകുന്ന ഒരു സഭയായിരിക്കണം നമ്മുടെ സഭ. അങ്ങനെ എന്നെ ലജ്ജയായി തീരട്ടെ. അങ്ങനെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ കണ്ടിന്യൂ ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. താങ്ക് യു ബ്രദർ സിറിൽ ഫോർ ദ വണ്ടർഫുൾ വേർഡ്. കർത്താവ് നമ്മളോട് ശക്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.